Welcome to the third lecture on transformers. So last lecture in the base review questions start. So answer an ideal transformer is one which has no losses and leakage reactance, has the same number of primary turns in primary and secondary, does not work, has only one turn in the secondary. സോ ഐഡിയൽ ട്രാൻസ്ഫോമർ ആണ്. ഐഡിയൽ ട്രാൻസ്ഫോമർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. അത് എന്താണ് കുറെ അസംഷൻസിന്റെ ബേസിലാണ്. ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്രാക്ടിക്കലി റിയലൈസബിൾ അല്ലാത്ത ഒരു ട്രാൻസ്ഫോമർ ആണ്. അവിടെ എന്ന് പറഞ്ഞാൽ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറിനെയാണ് നമ്മൾ ഐഡിയൽ എന്നുള്ള രീതിയിൽ പറയുന്നത്. അതിലൊരു തരത്തിലുള്ള ലോസസും ഇല്ല എന്നും, അതായത് റെസിസ്റ്റൻസ് ഒന്നും ഇല്ല, അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ലോസ് ഇല്ല, കോറൊക്കെ അത്രയും പെർഫെക്റ്റ് ആണ്, പെർമിയബിലിറ്റി ആ രീതിക്ക് നമുക്ക് അവിടെ എന്താ കോർ ലോസും ഇല്ല, പിന്നെ ലീക്കേജ് ഒന്നും ഇല്ല, എല്ലാ ഫ്ലക്സും ഇപ്പുറത്തുള്ള മുഴുവൻ അപ്പുറത്തേക്ക് എത്തും. ഇതൊക്കെയായിരുന്നു അസംഷൻസ്. ഇതിലത്തെ ഓപ്ഷൻ വെച്ച് വരുമ്പോൾ ഹാസ് നോ ലോസസ് ആൻഡ് ലീക്കേജ് റിയാക്ടൻസസ്, അതാണ് ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ റിലേറ്റഡ് ആയിട്ട് പറയാവുന്ന ഓപ്ഷൻ. സോ എ ആണ് കറക്റ്റ്. സെക്കൻഡ് വൺ, when load on a transformer is decreased, dash loss is decreased. Eddy current, hysteresis, copper, friction. സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ബേസിക്കലി ഏതൊരു ഇതിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും സെയിം റിലേഷൻ തന്നെയാണ്. അതിപ്പോ ട്രാൻസ്ഫോമർ തന്നെ ആവണം നിർബന്ധമില്ല. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. കാരണം നമുക്കറിയാം ഐ സ്ക്വയർഡ് ആർ ലോസ് ആണ് കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലിൽ നമ്മൾ മീൻ ചെയ്യുന്നത് കറണ്ട് എന്നാണല്ലോ. സോ ലോഡ് ഇൻ ദ സെൻസ് കറണ്ട് ആകുമ്പോൾ ഐ സ്ക്വയർഡ് ആർ ലോസ്, ലോഡ് കുറയുന്നതിനനുസരിച്ച് ഐ സ്ക്വയർഡ് ആർ ലോസ് കുറയും. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിസ്റ്ററിസിസും എഡി കറണ്ടിനും ഒക്കെ റിലേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിസ്റ്ററിസിസും എഡി കറണ്ടും വരുന്നത് നമ്മുടെ കോർ ലോസിന്റെ അണ്ടറിലാണ്. അപ്പൊ അതിൽ ഹിസ്റ്ററിസിസ് എന്ന് പറയുന്നത് അവസാനം റിലേഷൻ വരുമ്പോൾ വോൾട്ടേജും ഫ്രീക്വൻസിക്കും പ്രൊപ്പോർഷണൽ എന്ന രീതിയിലും, എഡി കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ എന്നുള്ള രീതിയിലാണ് വരിക. അപ്പൊ ട്രാൻസ്ഫോമറിൽ ജനറലി ഇത് എന്താ ഒരു കോൺസ്റ്റന്റ് ലോസ് ആയിട്ടാണ് കോർ ലോസിനെ എടുക്കുന്നത്, എന്താ റേറ്റഡ് വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ. കാരണം എല്ലാം റേറ്റഡ് വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി ഓപ്പറേഷൻ ആയതുകൊണ്ട്. പിന്നെ അതുള്ളത് കോപ്പർ ലോസ് ആണ്. കോപ്പർ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമിക് ലോസ് ആണ്, വിച്ച് ഇസ് ദ ഐ സ്ക്വയർഡ് ആർ ലോസ്, വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദ റെസിസ്റ്റൻസ് ആൻഡ് ദ ലോഡ് കറണ്ട്. റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെന്നുള്ള ഇതിൽ വരുമ്പോൾ എന്താ ലോഡ് കറണ്ടിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ലോഡ് കറണ്ട് കൂടിയ ലോസ് കൂടും, കുറഞ്ഞു കഴിഞ്ഞാൽ ലോസ് കുറയും. ഓക്കെ, next one, in a practical transformer, copper losses account for about dash of the total losses: 10%, 25%, 70%, 85%. ഓപ്ഷൻ ഇത് ചോദ്യം നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ടോട്ടൽ പവറിന്റെ എത്ര പെർസെന്റേജ് എന്നല്ല ചോദിച്ചാൽ ടോട്ടൽ ലോസസിന്റെ പെർസെന്റേജ് ആണ്. നമുക്ക് മെയിൻലി രണ്ട് ലോസസ് ആണ്. ലോസസ് വേറെ ഉണ്ട്, എന്നാലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലോസസ് എന്ന് പറയുന്നത് കോർ ലോസും കോപ്പർ ലോസും ആണ്. കോർ ലോസ് എന്ന് പറയുന്നത് എമൗണ്ട് എന്താ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് ഉണ്ടാവുക പെർസെന്റേജ്. ഈ കോപ്പർ ലോസ് ആണ് നമ്മൾ ലോഡ് കൂടുന്നതിനനുസരിച്ച് ചേഞ്ച് ആവുന്ന ഒരു ലോസും. നോർമലി അത് പറയാ 85%, അറൌണ്ട് 85% ആണ് എന്നുള്ള രീതിയിലാണ് പറയാ കോപ്പർ ലോസ്. ഓക്കെ, അപ്പൊ ഇതിൽ ഓപ്ഷൻ വരുന്നത് ഈ ഒരു ഓപ്ഷൻസിൽ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ്. കാരണം 85ന്റെ അപ്പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ 50% ആണ് എടുക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ 75%, 85%, 95% എന്നുള്ള രീതിയിലൊക്കെ വരാം. അങ്ങനെ വന്നാലും അറൌണ്ട് 85% എന്നാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുക. അപ്പോൾ കോപ്പർ ലോസ് എന്ന് പറയുന്നത് അറൌണ്ട് 85% ആണ്. അതൊന്ന് ഓർത്ത് വെച്ചോളുക, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അതിനൊന്നും ചെയ്യാനില്ല, ഓർത്തിട്ട് തന്നെ ഓർത്തുള്ളൂ. ഓക്കെ, so it is 85%. Next one, under heavy loads, transformer efficiency is comparatively low because voltage drops in both primary and secondary becomes very high. Secondary output is much less compared to the primary input. Copper loss becomes high in proportion to the output. Iron loss is increased considerably. Okay, അപ്പൊ നമ്മൾ ഓൾറെഡി എന്താ പറയാ, കോർ ലോസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്, അയൺ ലോസ് അല്ലെങ്കിൽ കോർ ലോസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ പിന്നെ അത് ലോഡിനനുസരിച്ച് വാരി ചെയ്യുന്നില്ല. പിന്നെ വാരി ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താ ലോഡ് കറണ്ട് ആണ്. സോ ലോഡ് അറ്റ് അണ്ടർ ഹെവി ലോഡ് ആണ് ചോദിച്ചത്. അണ്ടർ ഹെവി ലോഡിൽ അപ്പോൾ എഫിഷ്യൻസി കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എഫിഷ്യൻസി കുറയാന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാം ലോസ് കൂടാന്നുള്ളതാണ്. ലോസ് അവിടെ കൂടാനുള്ളത് ആ ഒരു രീതിക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ കോപ്പർ ലോസ് ആണ്. സോ ഓപ്ഷൻ സി ആണ് എന്താ ഓപ്ഷൻ ആയിട്ട് വരിക. കോപ്പർ ലോസ് ബിക്കംസ് ഹൈ ഇൻ പ്രൊപ്പോർഷൻ ടു ദ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി കൂടുതൽ കോപ്പർ ലോസ് വരും. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി നമ്മുടെ എന്താ എഫിഷ്യൻസി കുറയും. Okay, so similar question ആണ്. Next one, if a transformer core has air gaps, then reluctance of the magnetic path is reduced, magnetizing current is greatly increased, hysteresis loss is reduced, eddy current is increased. Okay,
അപ്പോ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം റിലക്റ്റൻസ് പിക്ചറിലേക്ക് വരിക എന്നുള്ള ഒരു അർത്ഥമാണ്. റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്ലക്സിനുള്ള ഓപ്പോസിഷൻ ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്, കോർ വെച്ചിട്ട് എന്താ പ്രൈമറിയിലത്തെ ഫ്ലക്സിനെ പ്രൈമറിയിൽ സപ്ലൈ കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഫ്ലക്സ് മുഴുവൻ സെക്കൻഡറിയിലേക്ക് ലിങ്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു മാഗ്നറ്റിക് പാത്ത്. അപ്പൊ അതിന് ലോ റിലക്റ്റൻസ് ആയിരിക്കണം. റിലക്റ്റൻസ് കൂടല്ല വേണ്ടത്, കുറയാണ് വേണ്ടത്. ഓക്കെ, ഇപ്പൊ എയർ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുക, റിലക്റ്റൻസ് കൂടാണ് ചെയ്യുക. സോ ഒബ്വിയസ്ലി ഓപ്ഷൻ എ എന്ന് പറയുന്നത് അല്ല, റിലക്റ്റൻസ് കുറയല്ല ചെയ്യുക, എയർ വന്നാൽ റിലക്റ്റൻസ് കൂടാണ് ചെയ്യുക. ഓക്കെ, പിന്നെ ഓപ്ഷൻ ഡിയിലേക്കൊക്കെ പോകുന്നില്ല, നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് റിലക്റ്റൻസ് കൂടി കഴിഞ്ഞതിന്റെ അർത്ഥം എന്താ, നമുക്ക് ആ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കറണ്ട് അവിടുന്ന് എടുക്കുന്നുണ്ടല്ലോ, കറണ്ട് എടുക്കുന്നത് മാഗ്നറ്റൈസേഷൻ വേണം എന്തായാലും കോറിന്റെ, അതിനുള്ള എഫേർട്ട് കൂടുകയാണ് ചെയ്യുക. അപ്പൊ അത് കൂടുതൽ ഒപ്പോസിഷനെ മറികടന്നിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഓപ്ഷൻ വരിക മാഗ്നറ്റൈസിങ് കറണ്ട് ആണ് ഇൻക്രീസ് ആവുക. ഓക്കെ, റിലക്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ. അപ്പൊ അത് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, റിലക്റ്റൻസ് കുറച്ച് വെക്കുന്നത്, എന്താ എയർ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യുന്നത്. അല്ലാണ്ട് ബാക്കി കോർ ലോസ് കോമ്പോണൻസിന് എല്ലാ പ്രശ്നങ്ങളും എഫക്ട് വരുന്നത്. ഓക്കെ, then dash loss in a transformer increases with increase in load current, copper, eddy current, hysteresis, brush drop. ഓപ്ഷൻ എ. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഞാൻ ഓപ്ഷൻ ഫില്ല് ചെയ്യാൻ വെറുതെ ഇട്ടാണ്. ഇവിടെ നമുക്ക് ബ്രഷ് എന്ന് പറയുന്ന സാധനം തന്നെ വരുന്നില്ല, മെഷീൻ ഒന്നല്ല. ട്രാൻസ്ഫോമർ മെഷീൻ എന്ന് പറഞ്ഞാലും ട്രാൻസ്ഫോമറിൽ മൂവിംഗ് പാർട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബ്രഷിന്റെ കാര്യമൊന്നുമില്ല. പിന്നെ ആകെ വരുന്ന എന്താ, ലോഡിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് നമ്മുടെ കോപ്പർ ലോസ് ആണ്, ഐ സ്ക്വയർ ആർ ലോസ് ആണ്. സോ ദ ആൻസർ ഈസ് എ. നെക്സ്റ്റ് വൺ, in a transformer iron losses are 0, constant, variable, very high. ഇപ്പൊ പറഞ്ഞ ഡിസ്കഷനിൽ സുഖമായിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ, ഓൾറെഡി ഞാൻ പറഞ്ഞു പോയത് തന്നെയാണ്, നിങ്ങൾക്ക് അറിയാവുന്നതുമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അയൺ ലോസസ് അല്ലെങ്കിൽ കോർ ലോസസ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുന്നത്. വെരി ഹൈ അല്ല, കാരണം ഹൈ ഏതാണ്, ഹൈ കോമ്പണന്റ്, ഹൈ പ്രൊപ്പോർഷൻ ഏതാണെന്നുള്ളതും ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഏതാ, എല്ലാ ഓപ്ഷനിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ വെരി ഹൈ എന്ന് പറയുന്നത് എന്തായാലും അല്ല, കാരണം അത് കോപ്പർ ലോസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്, കോൺസ്റ്റന്റ് എന്നുള്ള ഓപ്ഷനാണ്. സീറോയും അല്ല എന്നാൽ വാരിയബിളും അല്ല, അപ്പൊ പിന്നെ കോൺസ്റ്റന്റ്. നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫോമർ റേറ്റിംഗ് ഈസ് ഗിവൺ ഇൻ VA, വാട്ട്സ്, ആംപിയർ അവർ, കുളൂംസ്. സോ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് നോർമലി പറയുക വോൾട്ട് ആംപിയർ അല്ലെങ്കിൽ KVA, VA അല്ലെങ്കിൽ KVA അല്ലെങ്കിൽ MVA ആണ്. എന്തുകൊണ്ടാണ് റീസൺ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് VA പറയുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്തൊരു ക്വസ്റ്റൻ ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പറയാം, ഓൾറെഡി പറഞ്ഞതാണ്. Next one, transformer is rated in KVA instead of KW because load power factor is often not known. KVA is fixed whereas KW depends on power factor. Total transformer loss depends on volt amperes. It has become customary. ഓപ്ഷൻ മുഴുവനായിട്ട് വായിച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്താൽ മതി. ചില കേസിൽ നമുക്ക് പെട്ടെന്ന് ഒരു ടെൻഡൻസി ഉണ്ടാവും, ചിലതില് അതാണ് ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ അതിലുണ്ടായിരിക്കും, അത് ചിലപ്പോൾ അവസാനമായിരിക്കും തന്നിട്ടുണ്ടാവുക. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. വേറെ ഓപ്ഷൻ വേറെ ആൻസർ ഉണ്ട് ആർക്കെങ്കിലും? അപ്പൊ നോർമലി എല്ലാവരും പറയുന്ന ഒരു ആൻസർ ആണ്, പലപ്പോഴും നമ്മൾ ലബോറട്ടറിയിലൊക്കെ ചോദിക്കുമ്പോൾ പറയുന്ന ഒരു ആൻസർ ആണ് എന്താ, ട്രാൻസ്ഫോമർ ലോസസ് എന്ന് പറഞ്ഞാൽ കോർ ലോസും കോപ്പർ ലോസും ആണ്. കോർ ലോസ് എന്ന് പറയുന്നത് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, കോപ്പർ ലോസ് എന്ന് പറയുന്നത് കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ VA എന്നുള്ള വോൾട്ട് ആംപിയർ എന്നുള്ള റേറ്റിംഗ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതല്ല കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇപ്പൊ ട്രാൻസ്ഫോമറിലായാലും അതേപോലെ തന്നെ വേറെ ചിലതിനെയും ഇതേപോലെ VA അല്ലെങ്കിൽ KVA റേറ്റ് ചെയ്യുന്നുണ്ട്. വേറെ എന്തിനാണ് KVA റേറ്റിംഗ് ചെയ്യുന്നത്? KVA ഓക്കെ, ആൾട്ടർനേറ്റർ അല്ലെങ്കിൽ ജനറേറ്റർ, ആൾട്ടർനേറ്ററിൽ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, KVA റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾട്ടർനേറ്റർ ആയാലും ട്രാൻസ്ഫോമർ ആയാലും നമുക്ക് ലോഡിനെ കുറിച്ച് ഒരു പിടിയില്ല. ലോഡ് എന്തായിരിക്കും, അതിന്റെ പവർ ഫാക്ടർ എന്തായിരിക്കും എന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ വരാവുന്ന കറണ്ട് എന്ന് പറയുന്നത്, ലോഡിൽ വരുന്ന കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും പല പവർ ഫാക്ടറിന്. അപ്പൊ നമ്മളുടെ ഈ ഒരു സാധനത്തിന് താങ്ങാവുന്ന, ട്രാൻസ്ഫോമറിന് താങ്ങാവുന്ന ഒരു കറണ്ട് ഉണ്ടായിരിക്കും. സേ അതൊരു 100, ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ അതൊരു 100 ആംപിയർ ആണെങ്കിൽ ചിലപ്പോൾ ഈ പവർ ഫാക്ടറിന്റെ ഒരു വേരിയേഷനിൽ അത് ഭയങ്കരമായിട്ട് ഈവൻ ഒരു 1000 കയറി പോവാം. അപ്പൊ അത് നമ്മളുടെ ഈ ട്രാൻസ്ഫോമറിന്റെ വൈൻഡിങ്ങിന് താങ്ങാൻ പറ്റുന്ന ഒരു കറണ്ട് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് പവർ ഫാക്ടർ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാത്ത ഒരു ഇഷ്യൂ വരുമ്പോൾ നമുക്ക് അവിടെ ആകെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ വോൾട്ടേജും കറണ്ടും ബേസിലാണ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് എടുക്കുന്നത്, ലോഡ് പവർ ഫാക്ടർ ഈസ് നോട്ട് നോൺ. അതുകൊണ്ടാണ് നമ്മൾ ട്രാൻസ്ഫോമർ ആയാലും ജനറേറ്റർ ആയാലും KVA റേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെ ലെക്ചർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, മനസ്സിലാവും. ഓക്കെ.
All-day efficiency is associated with an isolation transformer, an auto transformer, a distribution transformer, a power transformer. ഇപ്പൊ നോർമലി നമ്മൾ എഫിഷ്യൻസി പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പവർ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ്. അപ്പൊ അതൊരു എന്താ നോർമൽ എന്താ പറയാ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ കേസിൽ വരുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി ത്രൂ ഔട്ട് എക്സൈറ്റഡ് ആയിട്ട് കിടക്കും. പക്ഷെ സെക്കൻഡറിയിൽ ലോഡ് മോസ്റ്റ് ഓഫ് ദ ഡേ ഉണ്ടാവാറില്ല. വൈകുന്നേരങ്ങളിലാണ് മെയിനായിട്ട് പീക്ക് ടൈമിലാണ് ലോഡഡ് ആവുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു ട്രാൻസ്ഫോമറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ ജനറലി എനർജി എഫിഷ്യൻസി എന്നുള്ള രീതിയിലാണ് പറയുക. അങ്ങനെ വരുമ്പോഴാണ് അവിടെ ഓൾ ഡേ എഫിഷ്യൻസി എന്നുള്ള രീതിയിൽ വരുന്നത്. ഒരു ഡേയിൽ കൺസ്യൂം ചെയ്തിട്ടുള്ള എനർജി ഡിവൈഡ് ബൈ എന്താ പറയാ ടോട്ടൽ അതിന് സപ്ലൈ ഇൻപുട്ടിലേക്ക്, അതായത് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് എനർജിയിൽ പറയും. അതാണ് ഓൾ ഡേ എഫിഷ്യൻസി. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിലാണ് അത്. ഓക്കെ, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് തോന്നുന്നു. In a transformer, silicon steel or sheet steel with dash percentage of silicon is used. 1, 2, 4, 10. ഓക്കെ, ഇത് ഞാൻ വാല്യൂ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷെ എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 4 ആണ്, നിയർലി 4 ആണ്, അറൌണ്ട് 4, 3.54 ആ റേഞ്ചിലാണ് സിലിക്കന്റെ പെർസെന്റേജ് ഉണ്ടാവുക അതിന്റെ എന്താ പറയാ ട്രാൻസ്ഫോമർ കോറിൽ. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചോളാം, 4. ഓക്കെ, next one, in a transformer the core provides a path of high reluctance, a path of low reluctance, a path of zero reluctance. ആൻസർ ചെയ്യാവുന്നതാണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു അതിൽ നിന്ന് പറയാം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ലോ റിലക്ടൻസ് ആയിട്ടുള്ള ഒരു പാത്ത്, അതായത് മാഗ്നറ്റിക്കൽ കപ്ലിംഗ് മാക്സിമം ഫ്ലക്സിന് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്ന ലോ റിലക്ടൻസ് പാത്ത് ആണ് കോർ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, the relative permeability of the core material of transformer is of the order of 10, 100, 1000, 10,000. 10,000 റേഞ്ചിലേക്ക് അല്ല ഉണ്ടാവുക. ഇപ്പൊ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് കമ്പാരിറ്റീവ്ലി പറയാവുന്നത് 1000 ആ റേഞ്ചിലാണെങ്കിൽ ഇപ്പൊ 1300 വരെയൊക്കെ പോവാം. സോറി 3000, 3500 ആ റേഞ്ചിലൊക്കെയാണ് പോകുന്നത്. ഓപ്ഷൻ ഇതിൽ വെച്ച് പറയുമ്പോൾ 10,000 അല്ല 1000 എന്നുള്ളത് ആൻസർ പറയേണ്ടി വരും. ഇനി ഞാൻ ബേസിക് ഇക്വേഷൻസിന്റെ ബേസിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് എന്ന് പറയാം. പ്രോബ്ലംസ് എന്ന് പറയാനില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ഒന്ന് ജസ്റ്റ് വായിച്ച് ആൻസർ ചെയ്യാൻ നോക്കുക. The no load ratio of a 50 Hz single phase transformer is 6000 bar 250 volt. The maximum flux in the core is 0.06 Weber. What is the number of primary turns? 450, 550, 900, 350. ഒരല്പം ടൈം എടുത്ത് വെറുതെ ഒന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി ഒറ്റയടിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയുള്ളൂ. കാൽക്കുലേഷൻ ഒന്ന് ചെയ്യേണ്ടി വരും. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, എന്താ വോൾട്ടേജ് V1/V2 പ്രൈമറി വോൾട്ടേജ് ബൈ സെക്കൻഡറി വോൾട്ടേജ് എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. മാക്സിമം ഫ്ലക്സ് തന്നിട്ടുണ്ട്, 5M തന്നിട്ടുണ്ട്. പ്രൈമറി ടേൺസ് ആണ് ചോദിച്ചിട്ടുള്ളത്, N1 ആണ് ചോദിച്ചിട്ടുള്ളത്. ബേസിക് റിലേഷൻസ് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ്. ഇൻഡ്യൂസ്ഡ് EMF-നുള്ള ഇക്വേഷൻ അറിയാം, അതിന്റെ ബേസിലാണ് ഇത് കാൽക്കുലേഷൻ വരുന്നത്. ഓക്കെ, E = എന്തായിരുന്നു ഇക്വേഷൻ എന്ന് അറിയാം എങ്കിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ നിയറസ്റ്റ് ആൻസർ ഏതാണെന്നുള്ളത് ഓപ്ഷൻ എ 450. ഓക്കെ, എല്ലാം നമ്മൾ എക്സാക്ട് ആയിട്ട്, ചില കേസുകളൊന്നും നമുക്ക് എക്സാക്ട് കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഓൾമോസ്റ്റ് പെട്ടെന്ന് ഒരു അപ്രോക്സിമേഷൻ രീതിയിൽ കാൽക്കുലേഷൻ ചെയ്താൽ തന്നെ കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ഇതിലൊക്കെ അങ്ങനെ വലിയ കാൽക്കുലേഷൻ ചെയ്തുണ്ടാക്കുന്ന രീതിയിലായിരിക്കില്ല ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ടുണ്ടാവുക. പെട്ടെന്ന് ബൈ റീഅറേഞ്ച് ചെയ്താൽ കിട്ടുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ചെയ്യാനില്ല. എന്താ നമുക്കറിയാം, E = 4.44 FIM into T അല്ലെങ്കിൽ N. ഇവിടെ T എന്നാണ് ഞാൻ എഴുതിയത്, TS അല്ലെങ്കിൽ NS സെക്കൻഡറിയിലത്തെ ആണെങ്കിൽ. ഓക്കെ, അപ്പോ ആ രീതിക്കാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. TS കിട്ടിക്കഴിഞ്ഞാൽ DP കാണാം, എങ്ങനെ വേണമെങ്കിലും. എന്തായാലും അത് ചെയ്ത് കഴിഞ്ഞാൽ 450 അല്ലെങ്കിൽ എക്സാക്ട് 450 കിട്ടുമെന്ന് അറിയില്ല, നിയർ ആയിട്ട് കിട്ടും. നെക്സ്റ്റ് വൺ, calculate the core area required for a 1600 kVA 6600 bar 440 volt 50 Hz single phase core type transformer. Assume maximum flux density of 1.2 Weber per square meter and induced voltage per turn of 30 volt. Answers list ചെയ്തിട്ടുണ്ട്. 975 cm square, 1100 cm square, 1125 cm square, 1226 cm square. സ്ക്വയർ വെബർ പെർ സ്ക്വയർ മീറ്റർ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് അറിയുന്നു വിചാരിക്കുന്നു. മീറ്റർ സ്ക്വയർ ആണ് ഇവിടെ, സ്ക്വയർ സെന്റിമീറ്റർ, സ്ക്യൂ സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CM സ്ക്വയർ ആണ് ഉദ്ദേശിക്കുന്നത്. ഏരിയ ആണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടി വരുള്ളൂ. കുറച്ചും കൂടി എളുപ്പമാക്കിയിട്ട് അവർ വോൾട്ടേജ് പെർ ടേൺ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ളത് എന്താ പറയാ
ഏരിയ ആണ്. അപ്പൊ നമ്മളുടെ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ 4.44 F 5M ഇൻറ്റു എൻ അല്ലെങ്കിൽ ടി എന്നുള്ളതിൽ എഴുതുമ്പോൾ ആ 5M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ആണ്. ഫ്ലക്സിനെ നമുക്ക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എന്നുള്ള രീതിയിൽ എഴുതാം. 5M ഈക്വൽ ടു BM ഇൻറ്റു എ എന്ന് എഴുതാം. അതിൽ നിന്നാണ് ഏരിയ ഉദ്ദേശിക്കുന്നത്. BM ഇവിടെ തന്നിട്ടുണ്ട് 1.2 മീറ്റർ സ്ക്വയർ. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ആൻസർ കിട്ടും. അതിൽ തന്നെ വോൾട്ടേജ് പെർ ടേൺ ആയതുകൊണ്ട് ആ ടീനെ വേണമെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ എൻ. ഓപ്ഷൻ സി തന്നെയാണ് വരിക. ജസ്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് 4.44 FIM ഇൻറ്റു ടി എന്നാണല്ലോ വരുന്നത്. അതിലെ എന്താ പറയാ, ആ 5M പകരം BM ഇൻറ്റു എന്ന് എഴുതാം. ഇവിടെ ഇപ്പൊ EMF ഇൻഡ്യൂസ്ഡ് പെർ ടേൺ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഈ ടി ആക്ച്വലി അവിടുന്ന് ഒഴിവാക്കാം. സോ എന്താ 4.44 FBM ഇൻറ്റു എ എന്ന് മാത്രം വരും. അതിൽ നിന്ന് ഇത് 30 തന്നിട്ടുണ്ട്, 50 ആണെന്ന് അറിയാം ഫ്രീക്വൻസി, PM തന്നിട്ടുണ്ട്, എ കണ്ടുപിടിക്കാനേ ഉള്ളൂ. അപ്പൊ അതൊരു എന്താ 1126 ആണ് കിട്ടുക. അപ്പൊ അതിന്റെ അടുത്തുള്ളത് 1125. സോ അതാണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, വേറെ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക മാത്രമേ തന്നെ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. A low voltage outdoor lighting system uses a transformer that steps 120 volt down to 24 for safety. The equivalent resistance of all low voltage lamps is 9.6 ohm. What is the current in the secondary coil? 2 amps, 2.5 amps, 4.5 amps, 1.5 amps. ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണെങ്കിലും അതിന്റെ ഉള്ളിലത്തെ ഐഡിയ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല കേട്ടോ. നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ഒന്നും തന്നെ അതിൽ പറഞ്ഞിട്ടില്ല. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു വലുതാക്കി വലിച്ചു നീട്ടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. വോൾട്ടേജ് 120 24 ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. അപ്പുറത്തെ ഇക്വാലന്റ് റെസിസ്റ്റൻസ് വന്നിട്ട് 9.6 ആണെന്ന്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് വരും. ഓപ്ഷൻ എന്ത് കിട്ടും? ബി അല്ലേ കിട്ടുക? ജസ്റ്റ് പ്രത്യേകിച്ച് ഇവിടെ ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. വോൾട്ടേജ് 24/9.6 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക അല്ലെ? വേറെ പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യാനില്ല. 2.5 തന്നെയല്ലേ വരിക. ഓക്കെ, അതിന് വേറെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. അതൊരു ക്വസ്റ്റ്യൻ ഒന്ന് വെറുതെ ഒരു വളച്ച് പറഞ്ഞു എന്ന് മാത്രം തന്നെ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അതിലൊന്നും ഇല്ല. ബേസിക് ലോജിക് ആണ്. കറണ്ട് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്നുള്ളതാണ്. സെക്കൻഡിലത്തെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 24 ആണ്. അവിടുത്തെ ഈക്വലന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസും കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഈസ് ഡിസൈഡ് ടു ഹാവ് 4.13 milliweber maximum core flux in the transformer at 110 volt and 50 hertz. The number of turns required in the primary is 100, 120, 220, 240. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന തന്നെയുള്ളൂ. ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ജസ്റ്റ് കാൽക്കുലേഷനേ വരുന്നുള്ളൂ. Next one, the maximum flux density in the core of a 250/3000 volt 50 hertz single phase transformer is 1.2 Weber per meter square. If the EMF per turn is 8 volt, what is the value of primary number of turns? 250, 350, 32, 8. Maximum flux density ആണ്, BM ആണ് തന്നിട്ടുള്ളത്. EMF per turn തന്നിട്ടുണ്ട് 8 ആണ്. പിന്നെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. N1 ചോദിച്ചിരിക്കുന്നു. 32 ആണ് കിട്ടുക. EMF per turn എന്ന് പറഞ്ഞാൽ EMF induced per phase എന്ന് പറഞ്ഞാൽ induced EMF turns into EMF per turn. എന്താണ് ബേസിക് റിലേഷൻ വരുന്നുള്ളൂ. അതിന് നമുക്ക് സുഖമായിട്ട് ഇവിടെ കണ്ടുപിടിക്കാവുന്നതാണ്. ഓക്കെ, വേറെ പ്രത്യേകിച്ച് വലുതായിട്ട് ആലോചിച്ച് പോകേണ്ട കാര്യമൊന്നും വരുന്നില്ല. സാറേ, ഇതിൽ നമ്മൾ ആ ട്രാൻസ്ഫോമറിൽ ഇക്വേഷൻ ഒന്ന് യൂസ് ചെയ്യണ്ടേ? ഇങ്ങനെയാണോ കണ്ടുപിടിക്കണ്ടേ? ഓക്കെ, ഇവിടെ വരുമ്പോൾ 250/8 വരും. പ്രൈമറിയിലത്തെ അറൗണ്ട് 32 കിട്ടുമായിരിക്കും. 31 പോയിന്റ് സംതിങ്, 32. ചിലത് ക്വസ്റ്റ്യൻ വെറുതെ വലുതായി നീട്ടി വലിച്ച് തന്നിട്ടുണ്ടാവും. ആവശ്യമില്ലാത്ത ഡാറ്റ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സുഖമായിട്ട് നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ.
പെർ EMF ഇൻഡ്യൂസ്ഡ് പെർ ടേൺ തന്നിട്ടുണ്ട്. നമുക്ക് EMF അറിയാം. അപ്പോൾ ടേൺസ് ആണ് ചോദിക്കാൻ. അപ്പൊ ജസ്റ്റ് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി, സിമ്പിൾ ആയിട്ട് കിട്ടും. ബാക്കി ഡാറ്റ ഒക്കെ വെറുതെ വലിച്ച് ഇട്ട് തന്നതാണ്. നെക്സ്റ്റ് വൺ, a 25 kVA single phase transformer has 500 turns on the primary and 50 turns on the secondary winding. The primary is connected to a 3000 volt 50 hertz supply. Full load secondary current is. Simple ആണ്. കാൽക്കുലേഷൻ എത്ര സമയം എടുക്കും എന്ന് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഇതിന്റെ കാൽക്കുലേഷൻ അത്ര ടൈം കൊടുക്കേണ്ട കാര്യവുമില്ല. ഒറ്റയടിക്ക് നിങ്ങൾക്ക് നേരെ ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് പ്രൈമറിയിലത്തെ കറണ്ട് കിട്ടുന്നെങ്കിൽ അതിന്റെ സെക്കൻഡറിയിൽ ട്രാൻസ്ഫോർമേഷനും ഒക്കെ ഒറ്റയടിക്ക് തന്നെ ചെയ്യാട്ടോ. അല്ലാണ്ട് അത് സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ഒറ്റയടിക്ക് ആൻസർ കിട്ടുക എന്നുള്ളതാണ്. 83.3 ഓപ്ഷൻ സി. യെസ്, അത് നമുക്ക് സ്പീഡാക്കാൻ നോക്കുക. അങ്ങനത്തെ പ്രോബ്ലംസ് കുറവായിരിക്കും. ഞാൻ ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ആവശ്യം വന്നാലോ ഒന്നും രീതിയില്ല. ഇതൊക്കെ ചോദിക്കാവുന്നതാണ്. സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആയതുകൊണ്ട് ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. 83.3 ആണ് കിട്ടുക. അത് എങ്ങനെയാണ് എന്താണെന്ന് ഞാൻ എഴുതി ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. KVA റേറ്റിംഗ് തന്നിട്ടുണ്ട്. KVA റേറ്റിംഗ് ഇവിടെ ഉണ്ട്. വോൾട്ടേജ് ഉണ്ട്. നമുക്ക് എന്ത് കിട്ടും? കറണ്ട് കിട്ടും. നമുക്കറിയാം എന്താ I1/I2 is equal to അല്ലെങ്കിൽ I2/I1 equal to N1/N2 ആണ്. ജസ്റ്റ് ആ റേഷ്യോ വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നിട്ടുണ്ട് N1 N2 ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, സോ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ പ്രോബ്ലംസ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ആഡ് ചെയ്തത്. ഓക്കെ, ബാക്കിയെല്ലാം തിയറട്ടിക്കൽ ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ ഇക്വാലന്റ് സർക്യൂട്ട് പറയുന്നുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ വളരെ ഡീപ്പ് ആൻഡ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇക്വാലന്റ് സർക്യൂട്ടിന്റെ ഐഡിയ ഒന്നും വേണ്ട നമുക്ക്. എന്നാലും നമുക്ക് ഇവിടെ ടെസ്റ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് പറയണം. സോ ടെസ്റ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമേഴ്സിൽ 1-2 ടെസ്റ്റിങ്ങുകൾ നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്നതെന്ന് പറയുന്ന ഇക്വാലന്റ് സർക്യൂട്ടിന്റെ പാരാമീറ്റേഴ്സ് ആണ്. അതിന്റെ ബേസിലുള്ള കാൽക്കുലേഷൻസും കാര്യങ്ങളാണ്. അപ്പൊ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. ബേസിക് ആയിട്ട് ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഓക്കെ, ഇപ്പോ ഇക്വാലന്റ് സർക്യൂട്ട് പറയാണ്ട് എന്തായാലും അത് പറയാൻ പറ്റില്ല. നമുക്ക് അത് വെച്ചിട്ട് പറയാം. സോ ഇക്വാലന്റ് സർക്യൂട്ട് എന്താണ്? ഇക്വാലന്റ് സർക്യൂട്ട്, വാട്ട് ഈസ് ആൻ ഇക്വാലന്റ് സർക്യൂട്ട് ആൻഡ് വൈ യു റിക്വയർ ആൻ ഇക്വാലന്റ് സർക്യൂട്ട്? ആൻഡ് ഹിയർ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ദ ഇക്വാലന്റ് സർക്യൂട്ട് ഓഫ് എ ട്രാൻസ്ഫോമർ. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും വരുന്നത് വാട്ട് ആൻഡ് വൈ. എന്താണ് ഇക്വാലന്റ് സർക്യൂട്ട്? ഇക്വാലന്റ് സർക്യൂട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതും ഒരുപാട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ്. യെസ്, സർക്യൂട്ട് റെപ്രസെന്റിങ് വൈൻഡിങ് പാരാമീറ്റേഴ്സ്. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ജനറൽ ആയിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് ഇവിടെ സ്പെസിഫിക് ആയിട്ട് കൺഫൈൻ ടു ട്രാൻസ്ഫോമർ എന്നുള്ള രീതിയിൽ പറയണ്ട. ജനറൽ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇക്വാലന്റ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ. ഓക്കെ, സോ ഇക്വാലന്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ആയാലും ഇലക്ട്രോണിക്സ് ആയാലും, ഇലക്ട്രോണിക്സിലും മാത്രമല്ല വേറെ പല കേസിലും നമ്മൾ ഇക്വാലന്റ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻസ് എടുക്കാറുണ്ട്. ഇക്വാലന്റ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിംപ്ലിഫൈഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു സിംപ്ലിഫൈഡ് സർക്യൂട്ട് എന്ന് പറയാം. യൂസിങ് എന്താ പറയാ, സർക്യൂട്ട് യൂസിങ് ബേസിക് ഇലക്ട്രിക്കൽ കോമ്പോണൻസ്, ബേസിക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള കോമ്പോണൻസ്. ബേസിക് കോമ്പോണൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരിക? നമ്മളുടെ ഏതാ ബേസിക് കോമ്പോണൻസ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നതിൽ വരുന്നത്? റെസിസ്റ്റൻസ് ഉണ്ടാവാം, ഇൻഡക്ടൻസ് ഉണ്ടാവാം, കപ്പാസിറ്റൻസ് ഉണ്ടാവാം. അതേപോലെ തന്നെ ഇത്ര തന്നെ മാത്രമാവണമെന്നൊന്നുമില്ല, എന്താ സോഴ്സസ് ഉണ്ടാവാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ട് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് മോഡലാണ്. അതിപ്പോ ഒരു ചിലപ്പോൾ അത് മെഷീന്റെ ആയിരിക്കാം, ചിലപ്പോൾ അതൊരു അപ്പോ എന്താ പറയാ, നമ്മളിപ്പോ മോട്ടോഴ്സിന്റെ ആയിരിക്കാം, ജനറേറ്റേഴ്സിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിന്റെ ആയിരിക്കാം. ഇതൊന്നല്ലാണ്ട് നമ്മൾ അതിന് മുന്നേ ഇക്വാലന്റ് സർക്യൂട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ചിട്ടുള്ളത് തെവനിൻ ഇക്വാലന്റും നോർട്ടൺ ഇക്വാലന്റും ഒക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? കേട്ടിട്ടുള്ളല്ലേ? അപ്പൊ അതൊക്കെ എന്ന് പറയുന്ന ഒരു വലിയ സർക്യൂട്ടിനെ ചെറിയതാക്കിയിട്ടുള്ള റെപ്രസെന്റേഷൻ, അതിന്റെയും ഒരു ചെറിയ രീതിയിലേക്കുള്ള ഒരു എന്താ മിനിമൈസ് ചെയ്ത് കൊണ്ടുവരുന്ന എന്നുള്ള രീതിയിൽ പറയാം. അതേപോലെ വേറെ പല ബയോളജിക്കൽ ആയിട്ടുള്ള പല സാധനങ്ങളുടെയും ഇലക്ട്രിക്കൽ ഇക്വലന്റ് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് എന്താ ട്രാൻസ്ഫോമറിനെ പറ്റിയിട്ടാണ്. അതിന് മുന്നേ എന്തിനാണ് നമുക്ക് ഇക്വലന്റ് സർക്യൂട്ട്, വൈ വി റിക്വയർ ആൻ ഇക്വലന്റ് സർക്യൂട്ട്? എന്തിനാണ് നമ്മൾ യൂഷ്വലി ഇക്വലന്റ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്? ഇക്വലന്റ് സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് നമ്മളുടെ എന്താ അനാലിസിസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു സിംപ്ലിഫൈ അനാലിസിസ്.
നമുക്ക് അനാലിസിസ് അല്ലെങ്കിൽ പെർഫോമൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് ഓരോ എലമെന്റ്സിന്റെയും ഇക്വാലന്റ് സർക്യൂട്ട് ഇവിടെ മാത്രമല്ല ഇലക്ട്രോണിക്സിൽ അനലോഗ് ഇലക്ട്രോണിക്സിലൊക്കെ ഒരുപാട് ഇക്വാലന്റ് സർക്യൂട്ടുകളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ആ ഇക്വാലന്റ് സർക്യൂട്ട് ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അനാലിസിസ് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളും നമുക്ക് വളരെ എഫേർട്ട് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റും. കാരണം അവിടെ പല ഷോർട്ട് കട്ടുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. മറ്റേ രീതിയിൽ ആക്ച്വൽ ഇക്വേഷൻസ് ആക്ച്വൽ മോഡൽ വെച്ച് ചെയ്യുന്നതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വാലന്റ് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു സംഭവം എപ്പോഴും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇക്വാലന്റ് സർക്യൂട്ട് പറയാൻ പോകുന്നത് ട്രാൻസ്ഫോമറിന്റെ ആണ്. അപ്പൊ ആദ്യം കഴിഞ്ഞ ഇതിൽ നമ്മൾ ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകില്ലാത്ത സ്വപ്നത്തിലുള്ള ഒരു ട്രാൻസ്ഫോമർ ആണ്. അതിന് കുറെ ഐഡിയൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റിനും അത് തന്നെയായിരുന്നു. ലോസ്ലെസ് ട്രാൻസ്ഫോമർ ആണ്. ഒരു തരത്തിലുള്ള ലോസും ഇല്ലാത്ത ഒരു ട്രാൻസ്ഫോമർ എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? ഐഡിയൽ എന്നുള്ള ട്രാൻസ്ഫോമറിനെ പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ ആണ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ടു പ്യുവർലി ഇൻഡക്റ്റീവ് കോയിൽസ് ബൗണ്ട് ഓൺ എ ലോസ് ഫ്രീ കോർ. ലോസ് ഫ്രീ ആയിട്ടുള്ള കോറിന്റെ മുകളിൽ വൈൻഡ് ചെയ്തിട്ടുള്ള പ്യുവർ ഇൻഡക്റ്റീവ് ആയിട്ടുള്ള കോയിൽസിനെയാണ് കൂടിയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ നമുക്ക് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയാം. പക്ഷേ ആക്ച്വൽ കേസിലേക്ക് വരുമ്പോൾ വൈൻഡിങ്സിൽ എന്തായാലും എന്തുണ്ടായിരിക്കും? ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ വൈൻഡിങ് റെസിസ്റ്റൻസ് നമുക്ക് എടുത്ത് കളയാൻ പറ്റില്ല. വൈൻഡിങ് റെസിസ്റ്റൻസ് എന്താ പറയാ കൺസിഡർ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ബോത്ത് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് പ്രൊസസ് ദീസ് റെസിസ്റ്റൻസസ് ആൻഡ് നോർമലി അത് നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് അത് ഇക്വാലന്റ് സർക്യൂട്ട് ആക്കുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആ സർക്യൂട്ടിൽ നമ്മൾ അത് വരയ്ക്കുമ്പോൾ എന്ത് വരയ്ക്കേണ്ടി വരും? റെസിസ്റ്റൻസ് എലമെന്റ്സ് വരയ്ക്കേണ്ടി വരും. അത് എന്താ പറയാ രണ്ട് സൈഡിലും നമ്മൾ വരയ്ക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് രണ്ട് സൈഡ് ആയിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ കേസിൽ നമ്മൾ രണ്ട് സൈഡുകളായിട്ട് പറയുമ്പോൾ ആ രണ്ട് സൈഡിലും എന്ത് എടുക്കേണ്ടി വരും? ഈ ഒരു സംഭവത്തെ കൺസിഡർ ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഭാഗം നടുവിൽ വരയ്ക്കാന്ന് വിചാരിക്കുക. രണ്ട് വൈൻഡിങ്സ് ആണല്ലോ. അപ്പൊ ആദ്യം തന്നെ വരയ്ക്കാം. ഇവിടെ ഒരു പ്രൈമറി വൈൻഡിങ്. ഓക്കെ, ഇവിടെ ഒരു സെക്കൻഡറി വൈൻഡിങ് ഉണ്ട് വിചാരിക്കുക. സോ ഇതിന്റെ നമ്പർ ഓഫ് ടേംസ് N1:N2 എന്നുള്ള രീതിയിലാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഐഡിയലി എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളൊന്നും ഇവിടെ കൊടുന്ന് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്ത് വരും? അതിന്റെ വൈൻഡിങ് റെസിസ്റ്റൻസ് പിക്ചറിലേക്ക് വരും. അപ്പോൾ നമ്മൾ I1R1 ഡ്രോപ്പ് വരും. അതേപോലെ കോപ്പർ ലോസ് I2R ലോസുകളൊക്കെ പിക്ചറിലേക്ക് വരും. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എലമെന്റ് നമ്മൾ ഇക്വലന്റ് സർക്യൂട്ടിൽ ആദ്യം തന്നെ വെക്കുന്നത്. സോ ഇത് R1 എന്ന് പ്രൈമറിയിൽ തന്നെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇപ്പൊ തന്നെ വേണമെങ്കിൽ നമുക്ക് R2 എന്നുള്ള പേരിൽ റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പ്യുവർലി ഇപ്പുറത്തുണ്ടാവുന്ന എല്ലാ ഫ്ലക്സും അപ്പുറത്തേക്ക് എത്തും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ആക്ച്വൽ കേസിൽ നടക്കില്ല. ദർ വിൽ ബി സം ലീക്കേജ്. സോ ലീക്കേജ് ഫ്ലക്സ് വിൽ ബി പ്രസന്റ് അറ്റ് ബോത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി സൈഡ്സ്. അപ്പോൾ രണ്ട് സൈഡിലും ലീക്കേജ് ഉണ്ടാവും. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് ലീക്കേജ് റിയാക്ടൻസ് അല്ലെങ്കിൽ ലീക്കേജ് ഇൻഡക്ടൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ട് സൈഡിലും എന്ത് ചെയ്യും? നമ്മൾ വരച്ച് കാണിക്കും. അങ്ങനെയാണ് ഇതിന്റെ സർക്യൂട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് വരുന്നത്? ഈ പറയുന്ന കാര്യങ്ങൾ പിക്ചറിലേക്ക് വരുന്നത്. ബേസിക് ആയിട്ട് വരുന്ന രണ്ട് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ആണ്. ഇതിനെ നമുക്ക് X1 എന്നും X2 എന്നും റെപ്രസെന്റ് ചെയ്യാം. X1 X2 എന്നുള്ള രീതിയിൽ JX1 JX2 എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാം. ഞാൻ കൂടുതൽ അതിലേക്കൊന്നും പോകുന്നില്ല. ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ്. ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇനി ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇതിൽ കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരുമോ? വരാമോ? വേറെ എന്തെങ്കിലും വരാമോ? യെസ്, കോർ ലോസ് കോമ്പണൻസ്. അതായത് നമുക്ക് എന്താ പറയാ കോറിനെ മാഗ്നറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഈ കോറിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുത്താലേ പറ്റുള്ളൂ. അതായത് നമ്മൾ മറ്റോടത്തുള്ള അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് പെർമിയബിലിറ്റി ആണ് എന്നുള്ള രീതിക്കൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് മാഗ്നറ്റൈസിങ് കറണ്ട് എന്താ പറയാ വേണ്ട എന്നുള്ള ഒരു അർത്ഥത്തിലാണ് നമ്മൾ പറയാം. പക്ഷെ ആക്ച്വൽ കേസിൽ കോറിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ കറണ്ട് വേണം. കാരണം ഇൻഫിനിറ്റ് ഒന്നല്ല പെർമിബിലിറ്റി. അപ്പൊ അതുകൊണ്ട് അവിടെ എന്തായാലും നമുക്ക് എന്ത് വരും? അങ്ങനത്തെ ഒരു സെറ്റപ്പും കൂടിയും വരും. അപ്പൊ സിമ്പിൾ ആയിട്ട് മാറ്റുകയാണെങ്കിൽ ഇത്ര മതി. നമുക്ക് R1 ഉം X1 ഉം അതേപോലെ ഇപ്പുറത്ത് R2 X2 എന്നുള്ള രീതിയിൽ പറയാം. ഇവിടെ ഇപ്പൊ നമ്മൾ ഇത് വോൾട്ടേജ് V1 ആണ്, ഇവിടെ V2 ആണ് എന്നുള്ള രീതിയിൽ ഒക്കെ എടുക്കാം. ഓക്കെ, ഇത് കൂടുതൽ കറണ്ട് I1
അതേപോലെ ഇവിടെ ഒരു കറണ്ട് I2 എന്നുള്ള രീതിയിൽ കാണിക്കാവുന്നതാണ്. പക്ഷെ ആക്ച്വൽ കേസിലേക്ക് വരുമ്പോൾ ഇതിൽ നമ്മൾ എന്തും കൂടിയും കാണിക്കേണ്ടി വരും, നമ്മളുടെ കോർ ലോസ് കോമ്പോണന്റും കൂടി കാണിക്കേണ്ടി വരും. അപ്പൊ അത് ചിലപ്പോൾ ഇവിടെ വരയ്ക്കാം, ഇവിടെ വരയ്ക്കാം, എവിടെയെങ്കിലുമൊക്കെ വരയ്ക്കാം. ഞാൻ തൽക്കാലം ഇപ്പോൾ ഇവിടെ വരച്ചു വെക്കുന്നു. എക്സൈറ്റിംഗ് കറണ്ട് എന്നോ കോർ ലോസ് കറണ്ട് എന്നോ എന്താ വെച്ചാൽ പറയാം, നോ ലോഡ് കറണ്ട് എന്ന് വിളിക്കാം. ഇത് IE എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എക്സൈറ്റിംഗ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇതിനെ നമ്മൾ RC എന്നായിരിക്കും ചില ബുക്കുകളിൽ വിളിക്കുക, ചിലതിൽ RO എന്ന് വിളിക്കാം. അതേപോലെ ഇതിനെ XC എന്നും XM എന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. ഇവിടെ തൽക്കാലം ഞാൻ XM എന്ന് വിളിക്കുന്നു. ഇതിനെ ഈ RC നെ വിളിക്കുന്ന ഒരു പേരുണ്ടായിരുന്നു, എന്താ? RC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് കോമ്പണന്റ് എന്നുള്ള രീതിയിലാണ് പറയാ. ഇതാണ് മാഗ്നറ്റൈസിങ് കോമ്പണന്റ് എന്നുള്ള രീതിയിൽ പറയാം. അതേപോലെ ഇതിൽ കൂടെ ഉള്ള രണ്ട് കറണ്ടുകൾ ഉണ്ട്, അതിനെയും ഇതേപോലെ ഓരോ പേരുകൾ ഇടാറുണ്ട്. IC എന്ന് വിളിക്കും. ഇതിനെ IM എന്നാണ് ചിലതിൽ വിളിക്കുക, ചിലർ Iμ എന്നും വിളിക്കാറ്, റെപ്രസെന്റ് ചെയ്യാറുണ്ട് മാഗ്നറ്റൈസിങ് എന്നുള്ള ആ ഒരു മീനിങ്ങിൽ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കറണ്ട് I1 ഉം ഈ ഒരു കറണ്ട് അപ്പോൾ I1 I1 ഡാഷ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഇത് കൂടുതൽ കറണ്ട് I2. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വലന്റ് സർക്യൂട്ട് വരുന്നത്. ഇതിൽ തന്നെ കുറെ മോഡിഫൈഡും റെഡ്യൂസ്ഡും ഒക്കെ ഉണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം നമുക്ക് ഇവിടുത്തെ ഒരു രീതിയിൽ അതിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഇനിയിപ്പോ ഇതിൽ വേണമെങ്കിൽ ഇവിടെ ഈ ഒരു പോയിന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, ഈ രണ്ട് പോയിന്റുകൾക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് ഇപ്പൊ സേ V1 ഡാഷ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ V1 എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് ആണ്. അത് നമുക്ക് എന്താ, ഈ കൊടുക്കുന്ന വോൾട്ടേജ് V1 സപ്ലൈ വോൾട്ടേജ് ആണ് ഈ ടെർമിനൽസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. ആ വോൾട്ടേജ് വേണം എന്തായിട്ട് പോവാൻ, ഇത് കൂടെയുള്ള ഡ്രോപ്പ് ആയിട്ട് ഈ R1ലും X1ലും, R1 X1 അല്ലെങ്കിൽ R1 JX1 എന്ന് എഴുതാട്ടോ, റിയാക്ടൻസ് ആയതുകൊണ്ട് JX1ലുള്ള ഡ്രോപ്പ് ആയിട്ട് പോകും. അതേപോലെ ഇവിടുത്തെ V1 ഡാഷ്. ആ രീതിക്ക് എഴുതുമ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ഇക്വേഷൻ എഴുതാവുന്നത് V1 ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, V1 ഡാഷ് പ്ലസ് ഈ I1 ഇൻറ്റു ഇതിലത്തെ ഡ്രോപ്പുകൾ എന്താ R1 പ്ലസ് JX1 എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ സിംപ്ലി പറയും V1 ഡാഷ് പ്ലസ് എന്താ നമ്മളുടെ I1 ഇൻറ്റു Z1 എന്നുള്ള രീതിയിൽ പറയാവുന്നതാണ്. കാരണം ഇതിനെ രണ്ടിനും കൂടി കമ്പൈൻ ചെയ്തിട്ട് Z1 എന്ന് പറയാം, ഇംപിഡൻസ്, പ്രൈമറിയിലത്തെ ഇംപിഡൻസ് എന്നുള്ള രീതിയിൽ R1 പ്ലസ് JX1. അതേപോലെ ഇവിടെ ഇപ്പുറത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് E2 ആണെങ്കിൽ നമുക്ക് റിലേഷൻ കിട്ടുക E2 ഈസ് ഈക്വൽ ടു V2 പ്ലസ് I2 ഇൻറ്റു R2 പ്ലസ് JX2 എന്നുള്ള രീതിയിൽ എഴുതാം, അല്ലെങ്കിൽ I2 ഇൻറ്റു Z2 എന്നൊക്കെ എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. കൂടുതൽ അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇക്വലന്റ് സർക്യൂട്ട്. പിന്നെ ഇതിലൊരു കാര്യം കൂടി മാർക്ക് ചെയ്യാറൊക്കെ ഉണ്ട്, അത് മുന്നേ ഞാൻ ഒരു ഇത് പറഞ്ഞിട്ടില്ല, അപ്പൊ അതിന്റെ ബേസിലാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കാറുണ്ട്. ഇവിടെ ഒരു ഡോട്ടും ഇവിടെ ഒരു ഡോട്ടൊക്കെ ഇട്ട് കാണിക്കും. എന്താ ഇതിന്റെ അർത്ഥം, എന്താ ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? ട്രാൻസ്ഫോമറിൽ റെപ്രസെന്റേഷൻ വരുമ്പോൾ നമ്മൾ ഈ ഡോട്ട് ഇട്ട് കാണിക്കാറുണ്ട്. അതിന്റെ മീനിങ് എന്താ? യെസ്, കറണ്ട് എൻറ്ററിങ് ലീവിങ് എന്നുള്ള രീതിയിൽ പറയാം. ആക്ച്വലി ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാം. ഓക്കെ, കറക്റ്റ് ആണ്. നമ്മൾ സർക്യൂട്ട്സിലായിരിക്കും അതിന്റെ ബേസിക് കൺസെപ്റ്റ്സ് പഠിച്ചിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഡോട്ട് എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ പ്രൈമറി സെക്കൻഡറിയും പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് വൈൻഡിങ്ങുകൾ ആ ഒരു അർത്ഥത്തിലാണ്. ഇവിടെ ഇപ്പൊ പ്രൈമറി സെക്കൻഡറി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം. എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറസ്പോണ്ടിങ് പൊളാരിറ്റി ആയിട്ടുള്ളത്, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ കറസ്പോണ്ടിങ് പൊളാരിറ്റി ആയിട്ടുള്ളത് എന്നാണ് മീൻ ചെയ്യുന്നത്. അതായത് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സേ ഇഫ് ദിസ് ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഈ താഴത്തെ ടെർമിനൽ, അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് എവിടെയാണോ ഇത് മാർക്ക് ചെയ്തിട്ടുള്ള ഡോട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ടെർമിനൽ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഈ ടെർമിനൽ എന്നുള്ള രീതിയിലായിരിക്കും വരിക പൊളാരിറ്റി വരുന്നത്. അത് പറയുകയാണെങ്കിൽ ഇപ്പൊ മുന്നേ നമ്മൾ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പറഞ്ഞ ഏതെങ്കിലും ഒരു ഡയഗ്രം എടുത്ത് പറയേണ്ടി വരും. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു, അപ്പോൾ എന്താ പറയാ, ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പറയുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിന്റെ പൊളാരിറ്റി വരുമ്പോൾ ഇത് പ്ലസും ഇത് മൈനസും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇപ്പൊ ഇത് വല്ല പേരൊക്കെ ഇടുകയാണെങ്കിൽ, ഇത് ടെർമിനൽ ഞാൻ A എന്നും B എന്നും വിളിക്കാന്ന് വിചാരിക്കുക. അതേപോലെ ഇവിടുത്തെ ടെർമിനൽസിനെ ഞാൻ C എന്നും
ഡി എന്നും വിളിക്കുകയാണെങ്കിൽ ഈ ഇത് പ്രകാരം സപ്ലൈ വോൾട്ടേജ് എ സി സപ്ലൈ V1 എന്ന് പറയുന്ന സപ്ലൈ നമ്മളിവിടെ കൊടുക്കുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആണ് E1 എന്ന് പറയുന്നത്. അതിന്റെ ഇവിടെ പ്ലസും ഇവിടെ മൈനസും ആണ്. ഇപ്പൊ ഈ എ എന്ന് പറയുന്ന ടെർമിനൽ പോസിറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു ബി. അതേ സമയത്ത് ഇപ്പുറത്ത് നമുക്കൊരു വോൾട്ടേജ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് E2 എന്ന് പറയുന്നത്. അത് എന്താ ലെൻസസിലോ വെച്ചിട്ട് കോസിനെ ഇത് ക്ലോസ് ചെയ്താൾട്ടാ കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പൊ അത് പ്രകാരം അതിന്റെ കോസിനെ ഒപ്പോസ് ചെയ്യാൻ നിൽക്കണം. അപ്പൊ ആ രീതിക്ക് കറണ്ട് ഡയറക്ഷൻ വരുന്നത് ഇപ്പൊ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇപ്പൊ ഇതിൽ കൂടെ ഒരു ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I2 എന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ കറണ്ട് അതിനെ കോസിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഫ്ലോ ചെയ്യേണ്ടി വരും. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ഈ രീതിക്കാണ് വരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ പ്ലസ് എന്ന് പറയുന്ന പോസിറ്റീവ് എന്ന് പറയുന്ന ടെർമിനൽ ഇതാണ് പോസിറ്റീവ് ആയിട്ട് വരിക, ഇതാണ് ഇവിടുത്തെ നെഗറ്റീവ് ആയിട്ട് വരിക. അപ്പൊ ഞാനിപ്പോ ഇതിൽ പൊളാരിറ്റി മാർക്ക് ചെയ്യാണ്. പ്ലസിനെ ഞാൻ എന്താ ഇവിടെ ഡോട്ട് ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഈ ടെർമിനൽ പോസിറ്റീവ് ആണെങ്കിൽ സിമിലർലി ഇതേ ഇൻസ്റ്റന്റിൽ അപ്പുറത്ത് എവിടെയാണോ പോസിറ്റീവ് ആണ് അവിടെ വേണ്ടി വരും ഞാൻ ഡോട്ട് മാർക്ക് ചെയ്യാൻ. അപ്പൊ ഇവിടുത്തെ ഡോട്ട് ഞാൻ അവിടെ മാർക്ക് ചെയ്യേണ്ടി വരും, സിയിലാണ് മാർക്ക് ചെയ്യേണ്ടി വരിക. കാരണം സി ആണ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഡി. ഓക്കെ, അപ്പൊ ആ രീതിക്കാണ് അതിന്റെ എന്താ പറയാ പൊളാരിറ്റി നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഒരേ ടൈമിൽ ഒരേ പൊളാരിറ്റിയിൽ വരിക എന്നുള്ള രീതിയിൽ. അതായത് ഒരു എന്താ ഇഫ് ദ ഡോട്ടഡ് ടെർമിനൽ ഓൺ ദ പ്രൈമറി ഈസ് പോസിറ്റീവ് വിത്ത് respect to the undotted terminal. If the dotted terminal is positive with respect to the undotted terminal at any instant, then the dotted terminal in the secondary will be also positive with respect to the undotted terminal at the same instant. അതാണ് അതിന്റെ മീനിങ് വരുന്നത്. മറ്റേത് കറക്റ്റ് ആണ്. കറണ്ട് എൻട്രിങ് ലീവിങ്ങും ആ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു കാര്യം കൂടി അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ കാണിച്ചപ്പോൾ എന്താ പറയാ ഡോട്ട് ഇവിടെയാണ് ഇട്ട് അതിന്റെ അർത്ഥം ഈ ഒരു പോയിന്റ് പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് കാണിച്ചത് കേട്ടോ, E2. ഓക്കെ, മറ്റോടത്തെ ആ ഒരു എന്താ പറയാ നമ്മുടെ സിമ്പിൾ മറ്റേ ട്രാൻസ്ഫോമർ റെപ്രസെന്റേഷനിൽ അങ്ങനെ താഴെയാണ് പ്ലസ് വന്നിരുന്നത്. അപ്പൊ അതിനനുസരിച്ച് അവിടെ ഡോട്ട് കാണിച്ചത്. ഇവിടെ ഇപ്പൊ ഇത് പ്ലസ് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് കറണ്ട് ലീവ് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. I2 എന്നുള്ള രീതിയിലും ഇത് പ്ലസ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ അത് വരുമ്പോൾ മാച്ചിങ് ആവത്തക്ക രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, തൽക്കാലം ഇത്ര കാര്യങ്ങളെ ഇതിനെപ്പറ്റി പറയുന്നുള്ളൂ. നമുക്ക് ഇത്രയും കാര്യങ്ങൾ മതി ഇനിയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. അപ്പൊ അടുത്തത് ഇതിലിനി ഇതും കൂടിയാണ് മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എന്താ ഈ ബേസിക് ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിൽ. സോ ടെസ്റ്റിംഗ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. കുറച്ച് ടെസ്റ്റുകൾ ട്രാൻസ്ഫോമറിൽ നോർമലി ക്യാരി ഔട്ട് ചെയ്യാറുണ്ട്. ഏതൊക്കെ ടെസ്റ്റുകൾ ആ ട്രാൻസ്ഫോമറിൽ പറയാറ്? എനിക്ക് അറിയാവുന്നതാണ്, ജസ്റ്റ് പറഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതാം. ഫസ്റ്റ് വൺ, SC and OC ടെസ്റ്റ്. സോ OC ടെസ്റ്റ് ഉണ്ട്, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ്. ദെൻ ഏതാ SC ടെസ്റ്റ് വിച്ച് ഇസ് ദ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. കഴിഞ്ഞോ? വേറെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് വിട്ടുപോയി. ഏതാ? ലോഡ് ടെസ്റ്റ്. ലോഡ് ടെസ്റ്റിനെ പറയുന്ന പേര് എന്താ? ലോഡ് ടെസ്റ്റിനെ പറയുന്ന പേരെന്താ? ആ ലോഡ് ടെസ്റ്റ് അവിടെ നിൽക്കട്ടെ. ആ ലോഡ് ടെസ്റ്റ് ഓക്കെ. അതല്ലാണ്ട് വേറൊരു ഒരെണ്ണം കൂടി ഉണ്ട്. ആ ലോഡ് ടെസ്റ്റ് അല്ലാണ്ട് നമ്മൾ ഒരെണ്ണം ഉപയോഗിക്കുന്നുണ്ട്. ഏതാ? ആ ലോഡ് ടെസ്റ്റിനെ പറ്റി ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നില്ല, വെറുതെ വളരെ സിമ്പിൾ ആയതുകൊണ്ട്. ഏതാ? സംബ്നേഴ്സ് ടെസ്റ്റ് അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് ടെസ്റ്റ്. ഇതൊന്നും അല്ലാണ്ട് ഇവിടെ വേറൊരു ടെസ്റ്റും കൂടി നോർമലി ചെയ്യാറുണ്ട്. അത് നമുക്ക് പല ഘട്ടങ്ങളിലും ചില പെർട്ടിക്കുലർ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോഴാണ് ചെയ്യേണ്ടി വരും. എന്തായാലും ഏതാ ടെസ്റ്റ്? വേറെ ഏതെങ്കിലും ടെസ്റ്റ് ഓർമ്മ ഉണ്ടോ? യെസ്, പൊളാരിറ്റി ടെസ്റ്റ്. പൊളാരിറ്റി ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്ന ടെസ്റ്റുകൾ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയത് പറഞ്ഞു പോവാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ബേസിക് ടെസ്റ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ബേസിക് ടെസ്റ്റ് എന്ന് പറയുന്നത് പൊളാരിറ്റി ടെസ്റ്റ് ആണ്. പൊളാരിറ്റി ടെസ്റ്റ്. ഓക്കെ, ഇപ്പൊ പൊളാരിറ്റി ടെസ്റ്റ് നമുക്ക് ആവശ്യം വരുന്നത് പ്രൈമറി, നേരത്തെ നമ്മൾ അവിടെ ഡോട്ടും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തല്ലോ. അതായത് റിലേറ്റീവ് പൊളാരിറ്റി നമുക്ക് അറിയേണ്ടി വരും. റിലേറ്റീവ് ഇതിന്റെ പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും റിലേറ്റീവ് പൊളാരിറ്റി ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ടെർമിനൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. അറ്റ് എനി ഇൻസ്റ്റന്റ് മസ്റ്റ് ബി നോൺ. എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ആവശ്യം വരുന്നത്? Any idea? Yes, very good.
എന്തിനു വേണ്ടിയിട്ടാ? ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പാരലൽ ഓപ്പറേഷൻ ആണ്. ട്രാൻസ്ഫോമേഴ്സിനെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യേണ്ട കേസുകൾ വേണ്ടി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു പോളിഫേസിൽ എന്താ പറയാ എന്താ പറയാ ഈ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് ഒരു പോളിഫേസ് ഓർ ടു ബി യൂസ്ഡ് ഇൻ പോളിഫേസ് സർക്യൂട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, അപ്പൊ നമുക്ക് ഏതാണ് പൊളാരിറ്റി എന്നുള്ളത് കറക്റ്റ് നമുക്ക് അറിയേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് പൊളാരിറ്റി ടെസ്റ്റ്. സോ പൊളാരിറ്റി ടെസ്റ്റിൽ പ്രത്യേകിച്ച് ഒന്നും വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. നമ്മുടെ കയ്യിലുള്ളത് 2 വൈൻഡിങ്ങുകളാണ്, നമുക്കറിയാം. ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ വേഗം. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, നമ്മുടെ കയ്യിൽ 2 വൈൻഡിങ്ങുകളാണ് ഉള്ളത്. ഇതിനെ എന്താ പറയാ, നമുക്ക് ഈ ഒരു സൈഡിലെ നെയിമിംഗ് ഇട്ട് വെച്ചിരിക്കാന്ന് വിചാരിക്കുക, A1 A2 എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പോ നമുക്ക് ഒരു ഒരു സൈഡ് HV സൈഡും ഒരു സൈഡ് LV സൈഡും നോർമൽ ട്രാൻസ്ഫോമറിൽ നമുക്ക് അറിയാം. അപ്പൊ അതിന് എന്താ റൂൾസ് പ്രകാരം ഇന്നത് ആണ് A1 A2 എന്ന് നെയിം ചെയ്യാനുള്ള റൂളൊക്കെ ഉണ്ട്. അതും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ തൽക്കാലം നമുക്ക് എന്താ A1 ഉം A2 ഉം ആണ് ഇവിടുത്തെ മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിങ്സ് എന്ന് വിചാരിക്കുക. ഒരു സൈഡിലത്തെ HV സൈഡിലെ നോർമലി ഇത് അങ്ങനെയാണ് പറയാ, HV സൈഡിലെ എന്താ പറയാ ടെർമിനൽസിനെയാണ് A1 A2 എന്ന് വിളിക്കുകയാണെങ്കിൽ, എക്സ്ട്രീം റൈറ്റിൽ കിടക്കുന്ന ടെർമിനലിനെ A1 എന്നുള്ള രീതിയിൽ പേര് ചെയ്യാം, നെയിം ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറയാം. അപ്പൊ അങ്ങനെ നെയിം ചെയ്തിട്ടുള്ള ഒരു ഇതാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് A1 ഉം ഇത് A2 ഉം ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു കണക്ഷൻ ആണ് ചെയ്യുന്നത്. കണക്ഷൻ ചെയ്യുന്ന ഒന്നുമില്ല, ഇത് രണ്ടും തമ്മിൽ ഈ അപ്പുറത്തെ ടെർമിനലിനൊന്നും പേര് ഇട്ടിട്ടില്ല. ആ പേര് നമ്മൾ ഈ ടെസ്റ്റിന്റെ ബേസിൽ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുക. അതായത് നമ്മൾ എന്താ പറയാ A1 എന്ന് പറയുന്നത് സെക്കൻഡറിയിലത്തെ ഒരു ടെർമിനലായിട്ട് കണക്ട് ചെയ്യുക. ഇനി മറ്റേ 2 ടെർമിനലുകളും തമ്മിൽ കണക്ട് ചെയ്യണം. പക്ഷെ അതിന്റെ ഇടയിൽ എന്ത് വെക്കുക, ഒരു വോൾട്ട് മീറ്റർ ഇതിന്റെ ഇടയിലായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഇതിന്റെ ഇടയിലായിട്ട് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. ഇതാണ് ഇവിടെ അഡീഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരേ ഒരു കാര്യം. അപ്പൊ ഇനി ഇവിടെ നമ്മളിപ്പോ അസ്യൂം ചെയ്യുക, ഇതിന്റെ എന്താ പറയാ ഇവിടുത്തെ പൊളാരിറ്റി എന്ന് പറയുന്നത് ഈ ടെർമിനൽ പോസിറ്റീവ് ആവുന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. A1 പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു A2 എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് E1 ആണെങ്കിൽ അത് ഈ രീതിക്ക് ആയിരിക്കും ഇവിടെ E1 എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി അപ്പോ ഇപ്പുറത്തെ സൈഡില് 2 പോസിബിലിറ്റികളാണ് അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വരാവുന്നത്. ഇതേ തന്നെ ഞാൻ ഇപ്പുറത്തേക്ക് വരച്ചിരിക്കുന്നു. ഒന്നെങ്കിൽ എന്താവാം, ഒന്നെങ്കിൽ ഇവിടുത്തെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിനെ E2 എന്ന് വിളിക്കാം, ഇവിടെ E2 എന്ന് വിളിക്കാം. അപ്പൊ അത് ഒന്നെങ്കിൽ ഇത് പോസിറ്റീവ്, ഈ ടെർമിനൽ പോസിറ്റീവ് ആവും, ഈ ടെർമിനൽ നെഗറ്റീവ് ആവും, അല്ലെങ്കിൽ മേലത്തെ ടെർമിനൽ പോസിറ്റീവ്, താഴത്തെ ടെർമിനൽ നെഗറ്റീവ് ആവും. ഇതാണ് പൊളാരിറ്റി വരാവുന്നത്. ഇപ്പൊ നമ്മളുടെ 2 വൈൻഡിങ് ആണുള്ളത്, നമുക്ക് അറിയില്ല സെക്കൻഡറിയിലത്തെ എങ്ങനെയാണ് ഇതിന്റെ എന്താ പൊളാരിറ്റി എന്നുള്ളത്. നമുക്ക് ആ ഡോട്ട് മാർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ രീതിക്കാണ് ഇത് എടുക്കുന്നത്. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് എന്താ പറയാ കൂട്ടി കണക്ട് ചെയ്തു. ഇനി ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് മെഷർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ മെഷർ ചെയ്യുമ്പോൾ ഇത് കോമൺ ആയി കണക്ട് ചെയ്യുന്നതാണ് അർത്ഥം. ഇവിടുത്തെ വോൾട്ടേജുകൾ മെഷർ ചെയ്യുമ്പോൾ ഇനി ഇവിടെ എന്താ ചെയ്യുന്നുണ്ടാവുക, ഒരു വോൾട്ടേജ് നമ്മൾ HVയിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും. ഓക്കെ, ഇതിന് അക്രോസ് ആയിട്ട് ഈ ഭാഗത്ത് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് ഇവിടെ E1 ഉം ഡെവലപ്പ് ആവും, ഇപ്പുറത്ത് E2 ഉം ഡെവലപ്പ് ആവും. ഈ 2 കണക്ഷനിലും ഈ വോൾട്ട് മീറ്റർ റീഡ് ചെയ്യുന്ന വോൾട്ടേജസ് സെയിം ആയിരിക്കും. സെയിം ആയിരിക്കുമോ? അല്ല. ഇപ്പൊ ഈ ഒരു കേസിലാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ് കിട്ടുക, ഈ ഒരു കേസിലാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആണ് കിട്ടുക. എങ്ങനെയായിരിക്കും? ഫസ്റ്റ് കേസിലാണെങ്കിൽ എന്തായിരിക്കും ഇവിടെ വോൾട്ട് മീറ്റർ റീഡ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ E1 E2 സെയിം ആണ് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ടേൺസ് റേഷ്യോ ഡിഫറെന്റ് ആണ്, അപ്പൊ 0 എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു സപ്ലൈ നമ്മൾ കൊടുത്തു. ഫസ്റ്റ് കേസിലാണെങ്കിൽ എന്താ വരിക,
ഇതും മൈനസ് ആണ്, ഇതും മൈനസ് ആണ്, സെയിം ഇതാണ് ഇവിടെ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്തായാലും എന്താ വരാൻ പോകുന്നുള്ളൂ, ഈ വോൾട്ടേജുകളുടെ ഡിഫറൻസ് ആണ് വരാൻ പോകുന്നുള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആരോ മാർക്ക് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് തന്നെയാണ്, ഇവിടുത്തെ കേസിൽ മേലെ പ്ലസ് എടുത്തുകൊണ്ട് ഈ രീതിക്കാണ്. അപ്പൊ ഇവിടെ ഇത് റീഡ് ചെയ്യാൻ പോകുന്നത് എന്താ, E1 മൈനസ് E2 ആണ്. ഈ ഒരു കേസിലാണെങ്കിൽ റീഡ് ചെയ്യുക, ഈ ഒരു കേസിലാണെങ്കിൽ എന്തായിരിക്കും, E1 പ്ലസ് E2 എന്നുള്ള രീതിയിലാണ് റീഡ് ചെയ്യുക. ഓക്കെ, ഇതിന്റെ അർത്ഥം E1 മൈനസ് E2 എന്നുള്ള രീതിയിൽ, ഇപ്പൊ ഇതിനെ നമുക്ക് പറയാൻ വേണമെങ്കിൽ സബ്ട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ്, സബ്ട്രാക്റ്റീവ് പോളാരിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A1 ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ടെർമിനലിനെ, ഈ ഒരു കേസിലാണെങ്കിൽ A1 ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അതേപോലത്തെ ടെർമിനലിനെ നമ്മൾ പേര് കൊടുക്കുക, എന്തെന്നെയാ കൊടുക്കുക, A1 സ്മോൾ ലെറ്റർ എന്നുള്ള രീതിയിൽ വെച്ചിട്ട് A1 എന്നുള്ള രീതിയിലും കൊടുക്കും, മറ്റേനെ A2 എന്നുള്ള രീതിയിലാണ് പേര് ചെയ്തിട്ട് അങ്ങനെ ഇട്ടിട്ടാണ് അവർ മനസ്സിലാക്കുക. കാരണം അതിന്റെ അർത്ഥം ഇപ്പൊ വരുന്നത്, ഈ ക്യാപിറ്റൽ A1 പോസിറ്റീവ് ആവുന്നത് അതേ സമയത്ത് ഇപ്പുറത്തെ ഇയാളും പോസിറ്റീവ് ആണ് എന്നുള്ള ഒരു മീനിങ് നമുക്ക് അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഈ നേരെ തിരിച്ചുള്ള കേസിലാണെങ്കിൽ മറ്റിച്ചുള്ളതായിരിക്കും കൊടുക്കുക. കാരണം എന്താ, ഇതിലത്തെ മീനിങ് വരുന്നത് നമുക്ക് E1 പ്ലസ് E2 ആണ്, പോളാരിറ്റി ഡിഫറെന്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഇത് പ്ലസ് ആവുമ്പോൾ ഈ കണക്റ്റഡ് ആയിട്ടുള്ള ടെർമിനൽ അല്ല പ്ലസ് ആവുന്നത്, ഏതാ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ A1 എന്നുള്ള പേര് എവിടെയായിരിക്കും കൊടുക്കുന്നത്, ഇതിനായിരിക്കും A1 കൊടുക്കുക, ഇതിനായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക, A2 എന്നുള്ള മാർക്കിങ് കൊടുക്കുന്നത്. ഓക്കെ, വേറെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ആ ഡോട്ട് മീൻ ചെയ്യാവുന്ന ഒരു ഇതേ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പൊളാരിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ആദ്യത്തെ കേസിലാണെങ്കിൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് സ്ട്രെസ് കുറവാണ്, കാരണം ഇതിന്റെ ഡിഫറൻസ് ആണ് വരുന്നത്, എന്താ ഒപ്പോസിംഗ് പൊളാരിറ്റി ആയതുകൊണ്ട്, സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി ആയതുകൊണ്ട്. ഇവിടെ ആണെങ്കിൽ അത് കൂടുതലാണ്, ആഡ് ചെയ്തിട്ടാണ് വരുന്നത്, അവിടുത്തെ വോൾട്ടേജ് സ്ട്രെസ് കൂടുതലാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ക്ലിയർ? ഇതിൽ ഇനി കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ അതത്ര മതി. ഇനി നമുക്ക് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ടെസ്റ്റിലേക്ക് പോവാം. ഏതാ, OC ടെസ്റ്റ് ആൻഡ് SC ടെസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ ഈ OC ടെസ്റ്റും SC ടെസ്റ്റും, OC ആൻഡ് SC ടെസ്റ്റ്, ഇത് എന്തിനാ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? What is the purpose of conducting OC and SC test? രണ്ടും കൂടി ഒരുമിച്ച് എഴുതിയേ ഉള്ളൂ. ഓക്കെ, OC അയൺ ലോസ്, ഓക്കെ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഈ ടെസ്റ്റ്, ഓക്കെ, SC ടെസ്റ്റിന് കോപ്പർ ലോസ് കിട്ടും, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഞാൻ ഉദ്ദേശിച്ചത് ഈ രണ്ട് ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടാം എന്നുള്ളതാണ്. മെയിൻ ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്താ, ഇക്വാലന്റ് സർക്യൂട്ട് എന്നുള്ള ഒരു സാധനം അവിടെ പറഞ്ഞല്ലോ. സോ ഇക്വാലന്റ് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് നമുക്ക് കിട്ടും ഈ രണ്ട് ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളതാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താ എന്താ പറയാ റിസൾട്ട് എന്ന് പറയുന്നത്. ഇക്വലന്റ് സർക്യൂട്ട് പാരാമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് അനാലിസിസ് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് അനാലിസിസ് എന്താ ഇതിന്റെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും, വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും ഈ ഇക്വലന്റ് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ. അതേപോലെ മൂന്നാമത്തെ ഉള്ള കാര്യമാണ് നമുക്ക് എഫിഷ്യൻസി എന്ത് ചെയ്യാൻ പറ്റും, പ്രീഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളുടെ മെയിൻ ആയിട്ട് ഇതിൽ നിന്ന് ഫൈനലി കിട്ടുന്ന കാര്യങ്ങൾ വരുന്നത്. നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്, എന്താ നമുക്ക് WFE കാണാം ആൻഡ് WCയും കാണാം, CU ഫുൾ ലോഡിലത്തെ കാണാൻ പറ്റും. ഇത് രണ്ടും ബേസിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ OC ആൻഡ് SC ടെസ്റ്റുകൾ ചെയ്യുന്നത് ഇക്വലന്റ് സർക്യൂട്ട് പാരാമീറ്റേഴ്സ് കിട്ടാനും വോൾട്ടേജ് റെഗുലേഷനും എഫിഷ്യൻസിയും പ്രീഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിലത്തെ ഫസ്റ്റ് ടെസ്റ്റ് ആയ OC ടെസ്റ്റിനെ പറ്റി പറയാം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, നിങ്ങൾ വേഗം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. സോ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു, നമുക്ക് നേരത്തെ പോലെ എന്താ, ട്രാൻസ്ഫോമർ ഉണ്ട്, രണ്ട് വൈൻഡിങ്സ് ഉണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് എങ്ങനെയായിരുന്നു, സെക്കൻഡറി സൈഡ് ഓപ്പൺ, അതിൽ തന്നെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, HC സൈഡ് അല്ലെങ്കിൽ HV സൈഡ് എന്തായിട്ട് വെക്കുക, ഓപ്പൺ ആയിട്ട് വെക്കുക. സോ ദിസ് ഈസ് HT ഓർ HV സൈഡ് ആൻഡ് ദിസ് ഈസ് LV സൈഡ്. LV സൈഡിലാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ വെക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു അമ്മീറ്റർ വെക്കേണ്ടി വരും, അതേപോലെ തന്നെ നമുക്ക് എന്ത് വെക്കേണ്ടി വരും, ഒരു വാട്ട് മീറ്റർ വെക്കേണ്ടി വരാം. വാട്ട് മീറ്റർ വെക്കുന്നത് പവർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇവിടെ എന്ത് വെക്കേണ്ടി വരും, ഒരു വോൾട്ട് മീറ്ററും വെക്കേണ്ടി വരും. ഓക്കെ,
ഓക്കെ. പിന്നെ ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നത് എന്ത് വഴിയാണ്? ഓട്ടോ ട്രാൻസ്ഫോമറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ സമയത്തിനനുസരിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മളൊരു ഓട്ടോ ട്രാൻസ്ഫോമർ വഴിയാണ് എന്ത് കൊടുക്കുന്നത്, ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. സോ ഇത് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു. ഇത് നമ്മുടെ ഈ ഒരു കേസിൽ പ്രൈമറി, ഇത് നമ്മളുടെ സെക്കൻഡറി എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇതാണ് ഒരു ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിന്റെ കണക്ഷൻ വരുന്നത്. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ വോൾട്ടേജ് സൈഡിനെയാണ് സപ്ലൈ കണക്റ്റഡ് ആയിട്ടുള്ളത്, ഹൈ വോൾട്ടേജ് സൈഡ് ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് ഇടും. HV സൈഡ് ഈസ് ലെഫ്റ്റ് ഓപ്പൺ. എന്നിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത്? we are providing yes rated primary voltage. അത് ഞാൻ ഒന്നും കൂടി കറക്റ്റ് ആക്കുന്നുണ്ട്. rated വേറെ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. rated frequency voltage is given to primary. Okay, അല്ലെങ്കിൽ LV കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ LV. അപ്പൊ റേറ്റഡ് ഫ്രീക്വൻസി വോൾട്ടേജ്, കാരണം നമ്മളിവിടെ ആരോ പറഞ്ഞു കോർ ലോസ് ആണെന്നുള്ള കാര്യം. കോർ ലോസിന്റെ കേസ് വരുമ്പോൾ റേറ്റഡ് ഫ്രീക്വൻസിക്കും വോൾട്ടേജിനും പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ അതുകൊണ്ടാണ് റേറ്റഡ് ഫ്രീക്വൻസി വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഈ LV സൈഡ്, ഇത് ക്വസ്റ്റൻ ആയിട്ട് വരാവുന്നതാണ്. LV സൈഡ് ആണ്, ഏത് സൈഡാണ് എന്താ ഓപ്പൺ ആക്കിയിരുന്ന ഏത് സൈഡാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ HV സൈഡിനെ ഓപ്പൺ ആക്കിയിട്ടത്? വാട്ട് ഈസ് ദ റീസൺ ഫോർ കീപ്പിംഗ് HV സൈഡ് ആസ് ഓപ്പൺ? എന്തുകൊണ്ടാ? പ്ലീസ്. HV സൈഡ് ഓപ്പൺ ആയിട്ട് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ടെസ്റ്റിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ ടെസ്റ്റിംഗ് ചെയ്യുന്ന നേരത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൽ ചെയ്യാൻ പോകുന്നത് റേറ്റഡ് ഫ്രീക്വൻസി ആൻഡ് വോൾട്ടിലുള്ള വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ HP സൈഡ് ഇപ്പൊ നല്ല വലിയ എന്താ പറയാ ഡിഫറൻസ് ഉള്ള എന്താ പറയാ 440/33 kVയോ അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള ട്രാൻസ്ഫോമർ ആണെങ്കിൽ LV സൈഡിൽ 440 അപ്പുറത്ത് 415 എന്താ വോൾട്ടേജ്, അപ്പുറത്ത് എന്താ KV കണക്കിലുള്ള വോൾട്ടേജ് ആണെങ്കിൽ, ഇപ്പൊ HV സൈഡ് ആണ് നമ്മൾ നേരെ തിരിച്ചിട്ടു, ഇവിടെ HV അപ്പുറത്തെ LV ആണെങ്കിൽ HV സൈഡിൽ വോൾട്ടേജ് നോട്ട് പോസിബിൾ എന്ന് നമുക്ക് തീർത്ത് പറയാനൊന്നും പറ്റില്ല. ലബോറട്ടറികളിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല, ചിലപ്പോൾ വല്ല ഹൈ വോൾട്ടേജ് ടെസ്റ്റിംഗ് ലബോറട്ടറി ഒക്കെ ഉണ്ടെങ്കിൽ വോൾട്ടേജ് പോസിബിൾ ഒക്കെ ആയിരിക്കും. അത് മാത്രമല്ല നമുക്ക് അതിന്റെ ഒപ്പം തന്നെ എന്തുകൂടി നോക്കേണ്ടി വരും, അതിനുള്ള മീറ്ററിങ്ങുകളും കാര്യങ്ങളും. ഹൈ വോൾട്ടേജ് പോസിബിൾ അല്ല എന്നുള്ള തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, പ്ലസ് അതിന്റെ കറസ്പോണ്ടിങ് മീറ്ററിങ്ങും കൂടി നമ്മൾ നോക്കേണ്ടി വരും. ആ റേഞ്ചിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എന്താ മീറ്ററുകൾ കണക്ട് ചെയ്ത് റീഡിംഗ് ഒക്കെ എടുക്കുകയൊക്കെ വേണം. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോ വോൾട്ടേജ് സൈഡ് ഇവിടേക്ക് കണക്ട് ചെയ്യുന്നത്. ലോ വോൾട്ടേജ് സൈഡ് കണക്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ലോ വോൾട്ടേജ് അവിടെ കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ചെറിയ വോൾട്ടേജ് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു കേസിൽ നമ്മൾ സെക്കൻഡറി ഓപ്പൺ ആണ്, അപ്പൊ അതുകൊണ്ട് തന്നെ സെക്കൻഡറി സൈഡിൽ കറണ്ട് ഇല്ല. പിന്നെ ആകെ പ്രൈമറിയിൽ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ള കറണ്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ? എന്തിനു വേണ്ടിയിട്ടുള്ള കറണ്ട് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ പ്രൈമറിയിൽ എടുക്കുന്ന കറണ്ട്? ഈ അമ്മീറ്റർ എന്ന് പറയുന്നത്, അവിടുത്തെ അമ്മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ നോ ലോഡ് കറണ്ട് ആണ് റീഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ അവിടെ ഉപയോഗിച്ചാർന്ന IE എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. ഇതൊരു നമ്മളുടെ എന്താ ഒരു 2 to 6% ഒക്കെ വരുള്ളൂ നമ്മുടെ ഫുൾ ലോഡ് കറണ്ടിന്റെ അല്ലെങ്കിൽ റേറ്റഡ് കറണ്ടിന്റെ ഒരു 2 to 6% ഒക്കെയാണ് ഇത് വരാൻ പോകുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൈമറിയിലത്തെ ഡ്രോപ്പുകളൊക്കെ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം ഈ ഒരു കണ്ടീഷനിൽ. യെസ്, അപ്പൊ ഇത്രേ വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത് നമ്മുടെ കറണ്ട് എന്ന് പറയുന്നത് 2 to 6% ഓഫ് റേറ്റഡ് കറണ്ട്. അപ്പൊ നമ്മളിപ്പോ കോപ്പർ ലോസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എന്താ കോപ്പർ ലോസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ I²R ലോസ്. I²R ലോസ് എടുക്കുന്ന നേരത്ത് ഇതിന്റെ സ്ക്വയർ 2 to 6% എന്ന് പറഞ്ഞാൽ 0.02 അല്ലെങ്കിൽ 0.06 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന എത്ര 0.04 അല്ലെങ്കിൽ 0.36% ആണ്. അപ്പൊ അതുകൊണ്ട് കോപ്പർ ലോസ് എന്ന് പറയുന്നത് എഫക്റ്റീവ്ലി എന്താ പറയാ നെഗ്ലിജിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ഇവിടെ നെഗ്ലക്ട് ചെയ്ത് കളയും. പക്ഷെ ഇവിടുത്തെ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് റേറ്റഡ് ഫ്രീക്വൻസിയിലെ റേറ്റഡ് വോൾട്ടേജ് ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വരും, എന്താ പറയാ WIN ലോസ് ആണ് ഇവിടെ കിട്ടുന്നത്. അതെന്ന് പറയുന്നത് റേറ്റഡ് ആയിരിക്കും. ഇപ്പൊ ഈ വാട്ട് മീറ്ററിനെ നമ്മളിപ്പോ W എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ഇത് റീഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റേറ്റഡ് അയൺ ലോസ് ആയിരിക്കും. കാരണം കോപ്പർ ലോസ് നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് ഓക്കെ, കാരണം ഇതിന്റെ കറണ്ട് എന്ന് പറയുന്നത് ഒരു 2 to 6% ഉണ്ടാവുള്ളൂ. ഈ കറണ്ട് എന്ന് പറയുന്നത് എന്ത് നേച്ചർ ആയിരിക്കും? എങ്ങനത്തെ കറണ്ട് ആയിരിക്കും?
ഇൻഡക്റ്റീവ് കറണ്ട് ആയിരിക്കും, കാരണം കോറിനെ മാഗ്നറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ എയിം വരുന്നത്. സോ ഇറ്റ് വിൽ ബി ആൻ ഇൻഡക്റ്റീവ് current which is inductive in nature, which will be used to magnetize the core. Okay, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് റേറ്റഡ് അയൺ ലോസ് ആണ് അറ്റ് റേറ്റഡ് വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി. ഇനി ചില കേസിൽ ചിലപ്പോൾ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കൂടി വെക്കാറുണ്ട്. ഇവിടുത്തെ ഒരു വോൾട്ട് മീറ്റർ വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആവശ്യങ്ങൾക്ക് കേട്ടോ ചെയ്യുള്ളൂ. അതിന്റെ ടേൺസ് റേഷ്യോ നമുക്ക് കിട്ടണം എന്നുള്ള ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടുന്നത് എന്താ, നമ്മുടെ അയൺ ലോസ് ആണ്. ഈ ഒരു ഇതിന്റെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് എന്നുള്ള രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ, ഈ ഒരു കണ്ടീഷനിൽ ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ വരാൻ പോകുന്ന കോമ്പണൻസ് എന്ന് പറയുന്നത്, സോറി, നമ്മളെ നേരത്തെ വരച്ച ആ സംഭവങ്ങൾ അപ്പുറത്തെ സൈഡ് ഒന്നുമില്ല. പിന്നെ എന്താ, നമുക്ക് എന്ത് മാത്രമേ വരുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആ നോ ലോഡിലത്തെ ആ കോമ്പണൻസ് ആണ് ആക്ച്വലി അവിടെ വരയ്ക്കേണ്ടി വരുള്ളൂ. ഓക്കെ, ഏതാ അത്രയ്ക്കൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോവാത്തെ. ഈ രീതിക്കാണ് ഇതിന്റെ ഈ ഒരു കണ്ടീഷനിലെ ഇക്വലന്റ് സർക്യൂട്ട് വരിക. ഇതിലെടുക്കുന്ന കറണ്ട് IE എന്ന് പറയുന്നത് വളരെ ചെറുതാന്ന് പറഞ്ഞു. അപ്പൊ അത് തന്നെയാണ് എന്തായിട്ട് മാറുന്നത്, IC ആയിട്ടും IMU അല്ലെങ്കിൽ IM ആയിട്ട് മാറുന്നത്. ഇത് നമ്മുടെ RC, ഇത് നമ്മുടെ XM. അപ്പൊ നമുക്ക് ഈ OC ടെസ്റ്റ് നിന്ന് ഇക്വലന്റ് സർക്യൂട്ടിന്റെ പാരാമീറ്റേഴ്സ് ആയ കിട്ടാൻ പോകുന്നത് RC-യും XM-ഉം ആണ്. ഓക്കെ, അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഇവിടെ കടക്കുന്നില്ല. ഇത്ര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. നമുക്ക് എന്തുകൊണ്ടാണ് എന്താ LV സൈഡിൽ സപ്ലൈ കൊടുത്ത് HV സൈഡ് ഓപ്പൺ ആക്കിയിരുന്നത്, ഇതിന് കിട്ടുന്ന ലോസ് എന്താണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, റേറ്റഡ് ഫ്രീക്വൻസിയുള്ള വോൾട്ടേജ് ആണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ അയൺ ലോസ് എന്ന് പറയുന്നത് റേറ്റഡ് ആയി കിട്ടുന്നത്. ഇവിടെ ഈ സമയത്ത് എടുക്കുന്ന കറണ്ട്, സെക്കൻഡറി കറണ്ട് ഒന്നുമില്ല, പ്രൈമറിയിൽ എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് കോറിനെ മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കറണ്ട് ആണ്. ഇറ്റ് വിൽ ബി inductive in nature and it is around 2 to 6% of the rated current, and if you take the square of that, I squared R losses, it will be almost negligible. അപ്പൊ അതുകൊണ്ടാണ് ഇവിടുത്തെ വാട്ട് മീറ്റർ റീഡിങ് അയൺ ലോസ് ആണ് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നത്. നമുക്ക് ഈ സമയത്ത് കിട്ടുന്ന പാരാമീറ്റേഴ്സ്, ഇതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ RC-യും XM-ഉം ആണ്. ഓക്കെ, ഇപ്പോൾ RC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ എന്താ പറയാ, നമുക്ക് ഈ IC എന്ന് പറയുന്ന കറണ്ട്, അതൊന്നും വേണ്ടെന്ന് വിചാരിക്കും ഞാൻ, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. IC എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കേസിലാണെങ്കിൽ IC എന്ന് പറഞ്ഞാൽ IE കോസ് തീറ്റയും കോസ് തീറ്റ സീറോയും, മറ്റേത് IE സൈൻ തീറ്റ സീറോയും, അല്ലെങ്കിൽ നിങ്ങൾ I0 എന്നാണ് പഠിച്ചിട്ടില്ലെങ്കിൽ I0 സൈൻ തീറ്റ, I0 കോസ് തീറ്റ എന്നുള്ള രീതിയിലൊക്കെ വരും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതാണ് തൽക്കാലം OC ടെസ്റ്റ്. സോ നെക്സ്റ്റ് ഇതിലേക്ക് വരാം, SC ടെസ്റ്റ്. എനിക്ക് തോന്നുന്നു അപ്പുറത്തുനിന്ന് ഡയഗ്രം എടുക്കാം, പെട്ടെന്ന് ഇപ്പൊ നമുക്ക് പറയാം. ഓക്കെ, SC ടെസ്റ്റിൽ എന്തൊക്കെയാ മാറ്റങ്ങൾ വരുത്തണ്ടേ? LV HV സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ, ഈ സൈഡ് ഇപ്പൊ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, ദിസ് വിൽ ബി HV ആൻഡ് ദിസ് വിൽ ബി LV. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? സോ വാട്ട് ഈസ് ദ റീസൺ? ഇത് മാത്രമാണോ? ഇത്ര ആയി കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ആയോ? ഷോർട്ട് സർക്യൂട്ട് ആയില്ല. ഈ ടെർമിനൽസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു തിക്ക് വയർ വെച്ചിട്ട് എന്ത് ചെയ്യണം, ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ഷോർട്ട് സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. സെക്കൻഡറി സൈഡ് ഏത് സൈഡാ, ഇപ്പോൾ എഴുതിയത് പ്രകാരം LV സൈഡ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ ഒരു കറണ്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേ? LV സൈഡ് ഷോർട്ട് ചെയ്തു, HV സൈഡിലാണ് നമ്മൾ സപ്ലൈ കൊടുക്കുന്നത്. വാട്ട് ഈസ് ദി റീസൺ? എന്താ റീസൺ? യെസ്, കറണ്ട് ആണ് അവിടുത്തെ റീസൺ വരുന്നത്. നമുക്കറിയാം V1 ബൈ എന്താ V1 I1 ഈക്വൽ ടു V2 I2, അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയും, അല്ലെങ്കിൽ വോൾട്ടേജ് കുറയുമ്പോൾ കറണ്ട് കൂടും എന്നുള്ള രീതിയിൽ അറിയാം. ഇവിടത്തെ നമുക്ക് അപ്പുറത്തെ കേസിൽ നിന്ന് എന്താ പറയാ കോർ ലോസ് ആണ് കിട്ടിയെന്ന് അറിയാം. അതേപോലെ ഇതിന്റെ ഉള്ളിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കോപ്പർ ലോസ് ആണ്. കോപ്പർ ലോസ് നമുക്കറിയാം റേറ്റഡ് കറണ്ടിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ റേറ്റഡ് കറണ്ട് ഏത് സൈഡിലത്തെ ആയിരിക്കും കുറവ്? ഹൈ വോൾട്ടേജിലാണോ ലോ വോൾട്ടേജിലാണോ? ഇറ്റ് വിൽ ബി ഒബ്വിയസ്ലി ഓൺ ദ ഹൈ വോൾട്ടേജ് സൈഡ്.
അപ്പൊ നമുക്ക് ഇവിടെ റേറ്റഡ് കറണ്ട് ആണ് സർക്കുലേറ്റ് ചെയ്യേണ്ടി വരിക, റേറ്റഡ് കറണ്ട് ആണ് സർക്കുലേറ്റ് ചെയ്യേണ്ടി വരിക. അപ്പൊ പ്രൈമറി ആയിട്ട് ഹൈ വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാലാണ് അത് ശരിയാവുള്ളൂ. അപ്പോഴാണ് ഈ സൈഡിൽ എന്ത് വരുള്ളൂ, കറണ്ട് കുറഞ്ഞു വരുള്ളൂ. അപ്പൊ കുറഞ്ഞ കറണ്ട് നമുക്ക് ഇവിടെ സർക്കുലേറ്റ് ചെയ്താൽ മതി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ എൽ വി സൈഡ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സോ ദാറ്റ് rated current primary will be less. അപ്പോൾ കറസ്പോണ്ടിങ്ങിൽ അതിന്റെ മീറ്റേഴ്സും ബാക്കി അറേഞ്ച്മെന്റ്സും ഒക്കെ അതിനനുസരിച്ച് മതി. പിന്നെ ഇവിടുത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, ഓട്ടോ ട്രാൻസ്ഫോമർ നമുക്ക് എപ്പോഴും അറിയാം മിനിമം വോൾട്ടേജ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ റേറ്റഡ് കറണ്ട് സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു കണ്ടീഷനിൽ, ദാറ്റ് ഈസ് അണ്ടർ സെക്കൻഡറി ഷോർട്ട് സർക്യൂട്ടഡ് കണ്ടീഷൻ, we need not apply the rated voltage. ഇത് എച്ച് വി സൈഡ് ആണ്. എച്ച് വി സൈഡ് റേറ്റഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. പക്ഷേ we need not apply the rated voltage here. We will have to apply a reduced voltage. Say ആ reduced voltage എന്ന് പറയുന്നത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വരെ ഒരു 2 to 12% റേഞ്ചിലുള്ള വോൾട്ടേജ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരുള്ളൂ. ഈ വി എച്ച് വി എന്ന് എഴുതാട്ടോ, റേറ്റഡ് വോൾട്ടേജ് അത്രയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരുള്ളൂ. ദിസ് വിൽ ബി ഇനഫ് ടു സർക്കുലേറ്റ് ദ റേറ്റഡ് കറണ്ട്. ഇതിൽ കൂടെയുള്ള റേറ്റഡ് കറണ്ട് സർക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് മതി, ഇത്രയും ഒരു വോൾട്ടേജ് മതി. ഓക്കെ, ഈ ഒരു കണ്ടീഷനിൽ നേരത്തെ പോലെ വരയ്ക്കുകയാണെങ്കിൽ ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരുമ്പോൾ പാരാമീറ്റേഴ്സ് വരിക എന്താ പറയാ, നോ ലോഡിന്റെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല, ബാക്കിയുള്ള കോമ്പണൻസ്. ഇതിൽ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അവിടെയുള്ള പറയാൻ ഇക്വലന്റ് സർക്യൂട്ടിൽ വേറെ ചില പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇക്വലന്റ് സർക്യൂട്ട് ആ ഒരു രീതിക്ക് വരച്ചു കഴിഞ്ഞാൽ, നമ്മളവിടെ വരച്ച രീതിക്ക് വരച്ചു കഴിഞ്ഞാൽ സിംപ്ലിഫൈഡ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. സിംപ്ലിഫൈഡ് ആവണമെങ്കിൽ ഇക്വലന്റ് സർക്യൂട്ടിനെ പ്രൈമറിയും സെക്കൻഡറിയും സെപ്പറേറ്റ് വരയ്ക്കാണ്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് അനാലിസിസ് ചെയ്താലാണ് സിംപ്ലിഫൈഡ് ആവുള്ളൂ. അപ്പൊ നോർമലി ഇറ്റ് ഇസ് യൂഷ്വൽ പ്രാക്ടീസ് ടു ബ്രിങ് ദ എന്താ പറയാ പാരാമീറ്റേഴ്സ് ഓർ ദ components to the either to the low voltage side or to the high voltage side. അപ്പൊ അത് റെഫർ ചെയ്തിട്ട് റെഫേർഡ് ഇക്വലന്റ് സർക്യൂട്ടിനൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ രീതിക്കാണ് നമ്മൾ ചെയ്യുക. അപ്പൊ അതിനെക്കുറിച്ച് നമ്മളുടെ ഈ ഒരു കോണ്ടാക്സിൽ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വലിച്ചു നീട്ടി പറയാത്തത്. സോ ഇത് R1 ആയിരിക്കും, ഇത് നമ്മുടെ JX1. സോ ഇത് ഇപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ JX2 ഡാഷ് R2 ഡാഷ് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കും. അപ്പൊ ഈ രീതിക്ക് ഇത്രയാണ് കോമ്പണൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. ഈ സമയത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന കറണ്ട് ഇപ്പോൾ ISC എന്ന് വിളിക്കുക, അതുപോലെ ഇവിടുത്തെ വോൾട്ടേജ് VSC എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതാണ് ഇവിടുത്തെ കറസ്പോണ്ടിങ് ഇക്വലന്റ് സർക്യൂട്ട്. ഓക്കെ, ഇത് റീഡ് ചെയ്യുന്നത് VSC, ഇത് റീഡ് ചെയ്യുന്നത് ISC, ഇത് റീഡ് ചെയ്യും. ഈ വാട്ട് മീറ്റർ റീഡ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മളുടെ ഫുൾ ലോഡ് കോപ്പർ ലോസ് ആയിരിക്കും. കാരണം വി ആർ സർക്കുലേറ്റിംഗ് റേറ്റഡ് കറണ്ട്. ഇപ്പൊ ഇവിടെ റേറ്റഡ് കറണ്ട് ആണെങ്കിൽ ഇവിടെയും റേറ്റഡ് കറണ്ട് ആക്കിയിട്ടുണ്ടല്ലോ ഓൾറെഡി. റേറ്റഡ് കറണ്ട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ് നമുക്ക് കിട്ടുക. നമ്മൾ അയൺ ലോസിനെ നെഗ്ലക്ട് ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താ സാമാന്യം ചെറുതായതുകൊണ്ട് നമുക്ക് റേറ്റഡ് വോൾട്ടേജിലാണ് നമ്മുടെ അയൺ ലോസ് വരൂ എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ എടുക്കുമ്പോൾ കോർ ലോസ് അവിടുന്ന് നെഗ്ലക്ട് ആയിട്ട് പോകും. അതുകൊണ്ട് വാട്ട് മീറ്റർ റീഡിങ് നമ്മുടെ ഫുൾ ലോഡ് കോപ്പർ ലോസ് തരും എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ബാക്കി പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കാൻ പറ്റും. ആക്ച്വലി ഇതിൽ കിട്ടുക R01 ഉം X01 ഒക്കെയാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. R01 എന്ന് പറഞ്ഞ Z01 ആണ് ആദ്യം കിട്ടുക, പിന്നെ R01 ഉം കിട്ടും. അതായത് Z0 ഓക്കെ, Z01 ആൻഡ് R01 ആണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുക. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് X01 കണ്ടുപിടിക്കാൻ, അതാണ് ഇവിടുത്തെ കാൽക്കുലേഷൻസ് വരുന്നത്. Z01 എന്ന് പറഞ്ഞാൽ VSC by ISC ചെയ്താൽ മതി, മറ്റേന്ന് പറഞ്ഞാൽ എന്താ വാട്ട് മീറ്റർ റീഡിംഗ് ബൈ ISC സ്ക്വയർ ഒക്കെ ചെയ്താൽ കിട്ടും. ഓക്കെ, ഈ SC ടെസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് കോപ്പർ ലോസ് അറ്റ് റേറ്റഡ് കറണ്ട് ആൻഡ് ഫ്രീക്വൻസി, അതേപോലെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആൻഡ് ഇക്വലന്റ് റിയാക്ടൻസ് കിട്ടും. പിന്നെ ഈ ഒരു ഇതിൽ നിന്നാണ് വോൾട്ടേജ് റെഗുലേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. വോൾട്ടേജ് റെഗുലേഷന്റെ ഇക്വേഷൻ ഞാൻ തൽക്കാലം ഇവിടെ എഴുതി ഇതാക്കാൻ നിൽക്കുന്നില്ല. എന്തായാലും ഈ പറഞ്ഞു വരാനുള്ള കാര്യം, OC ടെസ്റ്റും ചെയ്തു, SC ടെസ്റ്റും ചെയ്തു. OC ടെസ്റ്റിന് നമുക്ക് എന്ത് കിട്ടി, അയൺ ലോസും കിട്ടി, അതേപോലെ നോ ലോഡ് പാരാമീറ്റേഴ്സും കിട്ടും. അതേപോലെ SC ടെസ്റ്റ് എന്ന് വരുമ്പോൾ നമുക്ക് ഫുൾ ലോഡ് കോപ്പർ ലോസും കിട്ടും, ബാക്കിയുള്ള പാരാമീറ്റേഴ്സും കിട്ടും. അപ്പൊ ഈ രണ്ട് ടെസ്റ്റും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും കിട്ടും. അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എഫിഷ്യൻസി പ്രീഡിറ്റർമിൻ ചെയ്യാനും പറ്റും. ഇതൊക്കെയാണ് ഇതിലത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, തൽക്കാലം നമുക്ക് അത്ര മതി എന്ന് വിചാരിക്കുന്നു, അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അടുത്ത ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ്, നമ്മളുടെ എന്താ പറയാ സംബ്നേഴ്സ് ടെസ്റ്റ് ആണ്. സംബ്നേഴ്സ് ടെസ്റ്റ് സംബ്നേഴ്സ് ടെസ്റ്റിന് തന്നെ വേറെ വിളിക്കുന്ന ഒരു പേര് ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് ആണ്. ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് നമ്മൾ ഇതേപോലത്തെ വേറെ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് എവിടെയായിരുന്നു,
ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് ഒരെണ്ണം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓർ ഇതിനെ നമുക്ക് പറയാം ലോഡ് ടെസ്റ്റ് ആണ്. ആക്ച്വലി ലോഡ് ടെസ്റ്റ് ആണ്, ആ രീതിക്കും പറയാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഇനി വേണമെങ്കിൽ എന്ത് പറയാം, റീജനറേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. എവിടെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്, റീജനറേറ്റീവ് ടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്? യെസ്, ഹോപ്കിൻസൺ ടെസ്റ്റ് എവിടെയായിരുന്നു? അത് DC ഐഡന്റിക്കൽ DC മെഷീൻസിലായിരുന്നു. അപ്പോ ഐഡന്റിക്കൽ DC മെഷീൻസ്, അത് ഓർത്ത് വെച്ചോളാം. DC മെഷീൻസ് ഐഡന്റിക്കൽ എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് രണ്ട് ഐഡന്റിക്കൽ ട്രാൻസ്ഫോമേഴ്സിന്റെ കേസിലാണ്. ഐഡന്റിക്കൽ ട്രാൻസ്ഫോമേഴ്സ്. അപ്പൊ നമുക്ക് രണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പോ ആക്ച്വൽ ലോഡ്, അതായത് ഈ ടെസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് വരുന്നത്, നമുക്ക് ഇതിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? എന്തായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? OC ടെസ്റ്റും SC ടെസ്റ്റും സെപ്പറേറ്റ് രണ്ട് സെറ്റപ്പ് ആയിട്ട് ചെയ്യുന്നതിന് പകരം ഒറ്റ ഒരു ഇതിന്റെ ഉള്ളിൽ നിന്ന് മെയിൻ ആയിട്ട് നമുക്ക് എന്താ പറയാ, അവിടെ ആക്ച്വൽ ലോഡിംഗ് ഒന്നും ചെയ്യാണ്ടാണ് നമ്മൾ ചെയ്തായിരുന്നത്. അവിടെ ഒന്നെങ്കിൽ ഓപ്പൺ അല്ലെങ്കിൽ ഷോർട്ട് എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ആക്ച്വൽ ഒരു ലോഡിംഗ് സെറ്റപ്പ് കൊണ്ടുവന്നിട്ട് ഓപ്പൺ സർക്യൂട്ടിൽ നിന്ന് കിട്ടുന്ന ആ വാട്ട് മീറ്ററിന്റെ റീഡിങ്ങും ഷോർട്ട് സർക്യൂട്ടിൽ നിന്ന് കിട്ടുന്ന ആ വാട്ട് മീറ്റർ റീഡിങ്ങും ഇവിടുന്ന് ഒറ്റയടിക്ക് എടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു എയിം വരുന്നത്. എഫക്റ്റീവ്ലി നമുക്ക് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതല്ലാണ്ട് ഇതിന് ബോണസ് ആയിട്ട് മെയിൻ ആയിട്ട് വേറൊരു കാര്യം കൂടിയും ഇതിന് എയിം വരുന്നുണ്ട്. എന്താ? സമ്പന്നസ് ടെസ്റ്റിന്റെ വോൾട്ടേജ് റെഗുലേഷൻ. ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അതൊപ്പം വരുന്ന അതല്ലാണ്ട് ഇതിലൊരു അഡീഷണൽ സംഭവം കൂടി ഇതിൽ വരുന്നുണ്ട്. അതായത് നമുക്ക് ട്രാൻസ്ഫോമറിന്റെ മാക്സിമം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ എന്നുള്ള കാര്യം, അതായത് മാക്സിമം ടെമ്പറേച്ചർ റൈസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാക്സിമം ടെമ്പറേച്ചർ റൈസ് എത്രത്തോളം സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആവശ്യമുള്ള കേസുകൾ ഡിറ്റർമിൻ ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് ആണ് ഏത്, ഈ സമ്പന്നേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെസ്റ്റ് കുറെ നേരത്തെ അതെന്താണെന്ന് ഞാൻ പറയാം. അതിന് മുന്നേ നമുക്ക് ഒരു കാര്യത്തിലേക്ക് വരാം. രണ്ട് സിമിലർ ട്രാൻസ്ഫോമറുകളാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, രണ്ട് സിമിലർ ട്രാൻസ്ഫോമറുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ മൊത്തം നമ്മുടെ കയ്യിൽ എത്ര സെറ്റ് ഓഫ് വൈൻഡിങ്സ് ഉണ്ടായിരിക്കും? എത്ര വൈൻഡിങ്സ് ഉണ്ടായിരിക്കും? 4 വൈൻഡിങ്സ് ഉണ്ടായിരിക്കും. പ്രൈമറി സെക്കൻഡറി ട്രാൻസ്ഫോമർ 1ന്റെയും ട്രാൻസ്ഫോമർ 2ന്റെയും പ്രൈമറിയും സെക്കൻഡറിയും നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പൊ ആദ്യം ഞാനത് വരയ്ക്കാം. നമ്മുടെ കയ്യിലുള്ള പ്രൈമറികളും സെക്കൻഡറികളും. ഓക്കെ, രണ്ട് പ്രൈമറികൾ ഉണ്ട് വിചാരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ രണ്ട് സെക്കൻഡറി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഈ ഒരു അറേഞ്ച്മെന്റിൽ കണക്ഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൈമറി സൈഡുകൾ രണ്ടും അറിയുന്നവരുണ്ടെങ്കിൽ പറയാവുന്നതാണ്. പ്രൈമറി രണ്ടും എങ്ങനെയായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടാവുക? പ്രൈമറിയുടെ കണക്ഷൻ വരുന്നത് പാരലൽ ആയിട്ടാണ് ഇവിടെ പ്രൈമറിനെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന്റെ കണക്ഷൻ ജസ്റ്റ് രണ്ട് ടെർമിനൽസ് എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിന്റെ പ്രൈമറികൾ പാരലൽ ആവത്തക്ക രീതിയിലാണ് കണക്ഷൻ വരുന്നത്. ഇതിന്റെ അപ്പുറത്തേക്കാണ് നമ്മുടെ ബാക്കി കണക്ഷൻസ് വരുന്നത് വിചാരിക്കുക. ഈ ഒരു ഭാഗം ഓക്കെ, അത് പാരലൽ ആയില്ലേന്ന്. ഈ രണ്ട് ടെർമിനൽസിന് അക്രോസ് ഈ ഒരു പോയിന്റിൽ ഇത് കണക്ട് ചെയ്തു, അപ്പുറത്തത് താഴത്തെ ലൈനിൽ കണക്ട് ചെയ്തു, അതേപോലെ തന്നെ ഇതിനും കണക്ട് ചെയ്തു. അപ്പോൾ രണ്ട് ഈ സെയിം പോയിന്റ്. ഓക്കെ, രണ്ട് പ്രൈമറികൾ എന്താ പാരലൽ, ഇത് രണ്ടിന്റെയും പ്രൈമറി ആണ്. ഓക്കെ, ട്രാൻസ്ഫോമർ 1ഉം ട്രാൻസ്ഫോമർ 2ഉം അത് പ്രൈമറികൾ പാരലൽ ആവത്തക്ക രീതിയിലാണ് കണക്ഷൻ വരുന്നത്. ഇനി ഇവിടെ നമ്മൾ പ്രൈമറി സൈഡിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ട്? ഇവിടെ ഒരു അമ്മീറ്റർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു വാട്ട് മീറ്ററും വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു സപ്ലൈ അല്ലെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമർ കാണിക്കാം. തൽക്കാലം ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. ഒരു വോൾട്ട് മീറ്ററും വെച്ചിരിക്കുന്നു. ഓക്കെ,
ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമുക്കിപ്പോ മുന്നേ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചെയ്യാവുന്ന വേറെ ടെസ്റ്റ് ആണ് ലോഡ് ടെസ്റ്റ്. ഇപ്പൊ ലോഡ് ടെസ്റ്റ് വെച്ചിട്ടും നമുക്ക് എന്താ ടെമ്പറേച്ചറൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. പക്ഷെ അത് ചെയ്യുന്ന കാര്യം വരുമ്പോൾ നമുക്കത് സ്മോൾ ട്രാൻസ്ഫോമേഴ്സിലാണ് അത് പ്രാക്ടിക്കലി ഫീസിബിൾ ആവുള്ളൂ. കാരണം നമുക്ക് ലോഡ് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലോഡ് കൊടുക്കേണ്ടി വരും, ഇംപെഡൻസ് ലോഡ്, റെസിസ്റ്റീവ് ലോഡ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ചെറിയ ട്രാൻസ്ഫോമറിൽ അങ്ങനത്തെ ഫുൾ ലോഡ് ഒക്കെ കൊടുത്ത് ചെയ്യുന്നതിൽ വലിയ ബുദ്ധിമുട്ടില്ല. അതെന്താ വെച്ചാൽ ലോസ് ആയിട്ടാണ് പോകുന്നത് മുഴുവൻ. അപ്പൊ വലിയ ട്രാൻസ്ഫോമേഴ്സിന്റെ കേസിൽ നമുക്ക് അങ്ങനത്തെ വലിയ ലോഡ് കിട്ടുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത്രയും എന്താ ലോസ് ഒക്കെ ആക്കി ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്താ എഫിഷ്യൻസി അല്ലെങ്കിൽ ടെമ്പറേച്ചറൈസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടിക്കലി വലിയ മെഷീൻസിൽ ചെയ്യുന്നതാണ്, വലിയ ട്രാൻസ്ഫോമേഴ്സിലാണ്. അതും കൂടി അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ലാർജ് ട്രാൻസ്ഫോമേഴ്സിലാണ് നമ്മളിത് ചെയ്യുന്നത്. സ്മോളിലാണെങ്കിൽ ഇത് വെറുതെ എന്ത് ചെയ്താൽ മതി, സാധാരണ ലോഡ് ടെസ്റ്റ് ചെയ്താൽ മതി. ഇതിനെ ലോഡ് ടെസ്റ്റും എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ, ബേസിക് ലോഡ് ടെസ്റ്റ് അല്ല. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് പ്രൈമറീസും നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തു, പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു. ആൻഡ് ദേ ആർ എനർജൈസ്ഡ് ഫ്രം എ റേറ്റഡ് വോൾട്ടേജ്. ഇപ്പൊ ഇവിടെ നമ്മൾ റേറ്റഡ് വോൾട്ടേജ് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഇതിന്റെ എന്താണോ റേറ്റഡ് വോൾട്ടേജ് അത് കൊടുക്കുന്നു. ഇനിയിപ്പോ നമുക്കിവിടെ രണ്ട് സെക്കൻഡറികൾ ഉണ്ട്. അപ്പൊ ഇത് ചുമ്മാ രണ്ട് സെക്കൻഡറികൾ ഉണ്ടെങ്കിൽ ഇത് ഈ വാട്ട് മീറ്ററിനെ നമ്മൾ W1 എന്ന് വിളിക്കുക എന്ന് വിചാരിക്കുക. W1 എന്ന് വിളിക്കുകയാണ്. അതേപോലെ ഇതിനെ ഞാൻ ഇപ്പോ എന്താ പറയാ A1 എന്ന് വിളിക്കാന്ന് വിചാരിച്ചു. അപ്പോ ഈ ഒരു കണ്ടീഷനിൽ ഇപ്പൊ നമ്മള് സെക്കൻഡറിയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചു. സെക്കൻഡറിയിൽ ഒന്നും കണക്ഷൻസ് ഒന്നുമില്ല, വൈൻഡിങ്ങൾ അതേപോലെ വെറുതെ വെച്ചിരിക്കാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ റേറ്റഡ് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാട്ട് മീറ്റർ W1 റീഡ് ചെയ്യുന്നത്, ഇവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഈ അമ്മീറ്റർ ഒരു കറണ്ട് റീഡ് ചെയ്യും. ഈ വാട്ട് മീറ്റർ W1 ഈ ഒരു കണ്ടീഷനിൽ റീഡ് ചെയ്യുക എന്തായിരിക്കും? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ഇപ്പണ്ട് പറഞ്ഞ കാര്യം തന്നെയാണ്. ജസ്റ്റ് രണ്ടെണ്ണം പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. സെക്കൻഡറി ഓപ്പൺ ആണ്, അയൺ ലോസ് ആണ് റീഡ് ചെയ്യുക. ആ അയൺ ലോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ടെണ്ണത്തിന്റെയും കൂടിയിട്ടുള്ള അയൺ ലോസ് ആയിരിക്കും, ട്വൈസ് ആയിരിക്കും. അതേപോലെ ഇവിടെ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളുടെ 2I0 ആയിരിക്കും. അത് തന്നെ ഇവിടേക്ക് തിരിച്ച് വരുന്ന കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ നിന്ന് കിട്ടാം. അപ്പൊ അതല്ല മെയിൻ ആയിട്ടുള്ള കാര്യം, ബാക്കിയിലേക്ക് വരാം. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള സെറ്റപ്പ്. ഇനി ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇത് പ്രൈമറിയിലെ ഓപ്പൺ സർക്യൂട്ട്, ഇത് ഇനി കുറച്ച് സെക്കൻഡറി സൈഡ് ഉണ്ട്. സെക്കൻഡറി സൈഡിലും കുറച്ച് കണക്ഷൻസും കാര്യങ്ങളൊക്കെ വരാണ്ട്. ആ കണക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റയടിക്ക് നമുക്ക് എന്താ ഓപ്പൺ സർക്യൂട്ടിന്റെയും ഷോർട്ട് സർക്യൂട്ടിന്റെയും റീഡിംഗ് കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ അയൺ ലോസും കോപ്പർ ലോസും കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ബാക്കി കണക്ഷൻ കൂടി ഞാൻ വരച്ചതിന് ശേഷം അത് ഡീറ്റെയിൽ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. താഴത്തേക്ക് ബാക്കി കണക്ഷൻ കൂടി ഞാൻ വരയ്ക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു വോൾട്ട് മീറ്റർ വെച്ചിട്ടുണ്ടായിരിക്കും. ഇതിന്റെ സെക്കൻഡറിയുടെ ഇങ്ങനെ സീരീസ് ഇങ്ങനെ കണക്ട് ചെയ്തതിന് അക്രോസ് ആയിട്ട് ഇവിടെ ഒരു സ്വിച്ച് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്, സ്വിച്ച്. പിന്നെ ഇവിടുത്തെ ബാക്കി കണക്ഷൻ ഇത് വരുന്നത് ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിലേക്കാണ്. ആ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് നമ്മുടെ മേലത്തെ അതേ സപ്ലൈ എന്നൊക്കെ എടുക്കാവുന്ന തന്നെയാണ്. ഇവിടെ ഇപ്പൊ അതിനുള്ള ഒരു പോസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടേക്ക് കൂട്ടിമുട്ടിക്കാനൊന്നും നിൽക്കുന്നില്ല. ഓക്കെ, നമുക്ക് സെയിം ഇതിൽ തന്നെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഇടയിൽ ഇവിടെ ഒരു വാട്ട് മീറ്റർ ഉണ്ടായിരിക്കും. വൃത്തിക്ക് നേരെ എന്താ പറയാ ചെരിച്ചും വളച്ചൊക്കെ വരയ്ക്കാം. ഞാൻ ഇത് വരച്ച് ഇങ്ങനെ വന്നതുകൊണ്ട് അങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ലബോറട്ടറി റെക്കോർഡ്സിലൊക്കെ എല്ലാം താഴ്ത്തിക്കായിട്ടും വരച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും ഇതാണ് ബാക്കി ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച്മെന്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. അതായത് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ അഡ്ജസ്റ്റ് ഇത് വരുന്നുള്ളൂ. അതായത് ഇതിനെ ക്രോസ് നമുക്ക് ഇവിടെ ഒരു എന്താ പറയാ വാരിയബിൾ വോൾട്ടേജ് ഇവിടെ കിട്ടും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ വാട്ട് മീറ്ററിനെ നമുക്ക് വേണമെങ്കിൽ W2 എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ഇത് വോൾട്ട് മീറ്റർ V2 എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇത് അമ്മീറ്റർ A2 എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, ഇതിനെ ജസ്റ്റ് ഞാൻ ഈ ടെർമിനൽസിന് ഓരോ പേരും കൂടി വെറുതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിന്റെ ടെർമിനൽസ് ഇപ്പൊ ഇത് ഈ സെക്കൻഡറിയിലത്തെ ഇത് A എന്ന് വിചാരിച്ചോ, ഇത് ഈ അറ്റത്തെയാണ് B എന്ന് വിളിക്കാം, B.
തൽക്കാലം സി എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോ ഇങ്ങനെ കൊടുത്തു മാത്രം ABCD ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഈ സെക്കൻഡറീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ കണക്ഷൻ എന്ത് കണക്ഷനാ, എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളേ? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈമറി ഇൻ പാരലൽ. സെക്കൻഡറി എങ്ങനെയാ കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ കാണാവുന്നേ ഉള്ളൂ. സെക്കൻഡറി ഇൻ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ പോവാണ്. പൊളാരിറ്റി നമുക്ക് എന്താവാം, അഡീറ്റീവ് ആവാം, അതായത് അഡീറ്റീവ് ആവാം അല്ലെങ്കിൽ സബ്ട്രാക്റ്റീവ് ആവാം. അതായത് നമുക്ക് ഇവിടുത്തെ കണക്ഷൻ എന്ന് പറയുന്നത് പ്ലസ് ഇവിടെ ഈ പൊളാരിറ്റികൾ വരുമ്പോൾ ഇത് പ്ലസ്, ഇത് മൈനസ്, അതേപോലെ ഇത് മൈനസ് പ്ലസ് എന്നുള്ള രീതിയിലും ആവാം, അല്ലെങ്കിൽ നേരെ തിരിച്ചുള്ള രീതിയിലും ആവാം. പ്ലസ് മൈനസ് ആ രീതിക്കൊക്കെ വരാം. അപ്പൊ അതിനനുസരിച്ച് എന്താ പറയാ, ഇതിനനുസരിച്ച് ഇവിടെ എന്താ പ്രൈമറിയിൽ നമ്മൾ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡറിയിൽ എന്തായാലും വോൾട്ടേജ് ഇൻഡ്യൂസ് ആവുമല്ലോ. അപ്പൊ ഈ വോൾട്ട് മീറ്റർ റീഡ് ചെയ്യുന്ന വോൾട്ടേജിന്റെ വാല്യൂ ഡിഫറെന്റ് ആവും അതിനനുസരിച്ച്, അല്ലേ? ഈ ഒരു പൊളാരിറ്റി ആണെങ്കിൽ ഇത് പ്ലസ് മൈനസ് പ്ലസ് ഇങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത് ഏതാ കണക്ഷൻ വരുന്നത്? ഈ ഒരു രീതിക്കാണെങ്കിൽ എന്താ കണക്ഷൻ? അതായത് നമ്മളിപ്പോ ട്രാൻസ്ഫോമറിന്റെ കേസിൽ പ്ലസ് മൈനസ് ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക. എന്താ 230 കോമൺ, എന്താ പറയാ 115 കോമൺ എന്നൊക്കെ പറഞ്ഞ് കാണിക്കില്ലേ, ആ ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ 230 കോമൺ എന്ന് പറയുന്ന അതിനെയാണ് പ്ലസ് മൈനസ് എന്ന രീതിയിൽ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ജസ്റ്റ് പൊളാരിറ്റി എന്നുള്ള ഒരു അർത്ഥത്തിൽ കാണിക്കുന്നുള്ളൂ. ഈ ഒരു രീതിക്കാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലസ് മൈനസിലോട്ട് മൈനസ് പിന്നെ പ്ലസ്. ഈ ഒരു ഇതാണെങ്കിൽ എന്താണ്, അഡീറ്റീവ് ആണോ സബ്ട്രാക്റ്റീവ് ആണോ? എഫക്റ്റീവ് വോൾട്ടേജ്, ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്തായിരിക്കും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായിരിക്കും? സിമ്പിൾ ആയിട്ടുള്ള കാര്യല്ലേ? പ്ലസും അക്രോസ് ആണ് നമ്മൾ വോൾട്ട് മീറ്റർ വെച്ചിട്ടുള്ളത്. നേരത്തെ അതേ ചിത്രം തന്നെയാ. എന്തായിരിക്കും? സബ്ട്രാക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്താ ഫേസ് ഒപ്പോസിഷൻ എന്നുള്ള രീതിയിൽ പറയാം. ഫേസ് ഒപ്പോസിഷൻ ആയിട്ടാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. ഫേസ് ഒപ്പോസിഷൻ. ഓക്കെ, സോ അപ്പൊ ഇവിടെ നമുക്ക് അങ്ങനെ തന്നെ വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ഫേസ് ഒപ്പോസിഷന് പകരം അഡീറ്റീവ് ആയിട്ട് വരാം. അഡീറ്റീവ് ആയി വന്നു കഴിഞ്ഞാൽ ഇത് റീഡ് ചെയ്യാൻ പോകുന്ന വോൾട്ട് മീറ്റർ, നമ്മൾ V2 എന്ന് പറയുന്ന വോൾട്ട് മീറ്റർ റീഡ് ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കും? റേറ്റഡ് സെക്കൻഡറിയുടെ ട്വൈസ് വോൾട്ടേജ് ഇവിടെ റീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ ഇവിടെ വോൾട്ട് മീറ്റർ നമ്മൾ ചൂസ് ചെയ്യുന്ന നേരത്ത് ആ രീതിക്കുള്ള വോൾട്ട് മീറ്റർ വേണം ചൂസ് ചെയ്യാൻ. സെക്കൻഡറിയിൽ എന്താ, സെക്കൻഡറി വോൾട്ടേജിന്റെ ട്വൈസ് റീഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ 230 ആണെങ്കിൽ ഈ വോൾട്ട് മീറ്റർ എത്ര ആയിട്ട് എടുക്കേണ്ടി വരും നമുക്ക്? സിമിലർ ഐഡന്റിക്കൽ ട്രാൻസ്ഫോമർ ആണല്ലോ. അപ്പൊ എന്തായാലും സെക്കൻഡറികൾ എന്തായിരിക്കും? സെയിം ആയിരിക്കും. 230 വോൾട്ട് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന വോൾട്ട് മീറ്റർ എത്ര ആയിരിക്കണം? 500ന്റെ വോൾട്ട് മീറ്റർ എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഈ ഒരു കണ്ടീഷൻ, ഫേസ് ഒപ്പോസിഷൻ ആണ് കണ്ടീഷൻ എങ്കിൽ നമ്മളുടെ വോൾട്ട് മീറ്റർ എന്ത് റീഡ് ചെയ്യും? ഈ V2 എന്ന് പറയുന്നത് ഇറ്റ് വിൽ റീഡ് 0. അപ്പൊ 0 ആവുക ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് എന്താ ഫേസ് ഒപ്പോസിഷൻ എന്നുള്ളൊരു മീനിങ് വരുന്നത്. ആ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ഈ സ്വിച്ച് എസ് എന്ന് പറയുന്ന ഈ സ്വിച്ചിനെ ഇവിടെ ക്ലോസ് ചെയ്യും. ഇത് 0 ആവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എഫക്റ്റീവ്ലി എന്താണ് 0 എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വോൾട്ടേജ് ഈക്വൽ ടു 0 എപ്പോഴാണ് നമ്മൾ പറയാറ്? എപ്പോഴാണ് വോൾട്ടേജ് 0 ആവുക? എഫക്റ്റീവ്ലി സെയിം പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ എന്താ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുമല്ലോ. എയും ബിയും എഫക്റ്റീവ്ലി ഷോർട്ട് സർക്യൂട്ട് ചെയ്ത ഒരു പോലെയല്ലേ വരുന്നത്, അല്ലേ? ശരിയല്ലേ? എയും ബിക്കും അക്രോസുള്ള വോൾട്ടേജ് ആണ് നമുക്ക് 0 കിട്ടിയ എഫക്റ്റീവ്ലി. അപ്പൊ ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന ഒരു രീതിക്കാണ് ഇവിടെ കാര്യങ്ങൾ വരാൻ പോകുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത്. VAB ഈക്വൽ ടു 0 എന്നുള്ള ഒരു കാര്യമാണ് അതിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. VAB ഈക്വൽ ടു 0, ദാറ്റ് മീൻസ് ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, അപ്പോ ഈ ഒരു കണ്ടീഷനിലും നമ്മളുടെ W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ലാണ്ട് അത് അതേപോലെ തന്നെ ആയിട്ട് നിന്നുകൊണ്ടിരിക്കും. അപ്പോ എന്താ പറയാ, VAB 0 ആവുമ്പോൾ ഈ സ്വിച്ച് ഇവിടെ ഇനി ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു. ഈ സ്വിച്ച് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. അപ്പൊ ഈ സ്വിച്ച് നമ്മളിവിടെ ക്ലോസ് ചെയ്യും. സ്വിച്ച് ക്ലോസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ പിക്ചറിലേക്ക് വരിക എന്നാണ് അർത്ഥം. അതായത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് കൊടുക്കാം? വോൾട്ടേജ് സപ്ലൈ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്യാന്ന് പറയും. വോൾട്ടേജ് ഈസ് ഇൻജെക്റ്റഡ് ഇൻ ടു ദി സെക്കൻഡറി സർക്യൂട്ട്. അപ്പൊ ഈ വോൾട്ടേജ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്ത് വരെ അഡ്ജസ്റ്റ് ചെയ്യും? A2 reads the rated current. അപ്പോൾ നമ്മളിവിടെ സീരീസ് ആണ്. ഓക്കെ,
സീരീസ് ആയതുകൊണ്ട് ഇത് കൂടെ പോകുന്ന കറണ്ട് ഒന്ന് തന്നെയായിരിക്കും. സെക്കൻഡറിയിലത്തെ രണ്ട് വൈൻഡിങ്ങിൽ കൂടി പോകുന്ന കറണ്ട് ഒന്ന് തന്നെയായിരിക്കും. പ്രൈമറിയിലത്തെ നമ്മളിവിടെ 2IC എന്ന് എഴുതാൻ കാരണം ഇവിടെ വന്ന് ബ്രാഞ്ച് ചെയ്താ പോകുന്നത്. അപ്പൊ ഇവിടുത്തെ രണ്ടിലത്തെയും കറണ്ടിന്റെ സം ആയിരിക്കും ആ അമ്മീറ്റർ റീഡ് ചെയ്യേണ്ടി വരിക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവിടെ അങ്ങനെ എഴുതിയത്. ഓക്കെ ഓക്കെ അപ്പോ ഇവിടെ നമുക്ക് എന്ത് സംഭവിക്കും? ഇവിടെ നമ്മളുടെ റേറ്റഡ് കറണ്ട് ഓടാൻ തുടങ്ങും. എവിടെ റേറ്റഡ് കറണ്ട് ഓടും? ഇതിൽ കൂടെ റേറ്റഡ് കറണ്ട് ഓടും. സേ ഇപ്പൊ ഇതിന് നമ്മൾ I2 എന്ന് വിളിക്കുകയാണെങ്കിൽ I2 ഇവിടെ കൂടെ കിടന്ന് ഓടാൻ തുടങ്ങും. ഇവിടെ റേറ്റഡ് കറണ്ട് I2 ഇവിടെ സെക്കൻഡറിയിൽ ഓടും. സെക്കൻഡറിയിൽ റേറ്റഡ് കറണ്ട് പോകുന്നുണ്ടെങ്കിൽ പ്രൈമറിയിലും എന്ത് പോവും? സെക്കൻഡറിയിൽ റേറ്റഡ് കറണ്ട് വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ പ്രൈമറിയിലും എന്ത് വരും? നമുക്ക് ഒരു റേറ്റഡ് കറണ്ട് വരും. പ്രൈമറിയിലത്തെ റേറ്റഡ് കറണ്ട് ഇങ്ങനത്തെ ഒരു പാത്തിലാണ് സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം വരുന്നത്. ഓക്കെ നമ്മുടെ പ്രൈമറിയിൽ ഡോട്ടഡ് ലൈൻ കാണിച്ചിട്ടുള്ള പാത്തിൽ ഇപ്പോൾ I1 എന്നാണ് നമ്മൾ വിളിക്കുന്നതെങ്കിൽ I1 നമ്മുടെ പ്രൈമറി വൈൻഡിങ്ങിൽ കൂടെ പോകും. പക്ഷെ അത് ഈ ഒരു ഇതിലാണ് പോവുക. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നമുക്കൊരു I0 എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. ആ I0 ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ഇവിടുത്തെ I0 എന്ന് പറയുന്നത് ഈ രീതിക്ക് വരുമ്പോൾ ഇങ്ങനെ ഇവിടെ നിന്നാണല്ലോ കയറി വരുന്നത്. ഓക്കെ ആ രീതിക്ക് വരുമ്പോൾ ഇവിടെ ഒരു I0 ഉണ്ടായിരിക്കും. അതേപോലെ നമുക്ക് ഇത് ബാക്കി ഇത് കൂടെ കയറി വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ടായിരിക്കും? ഒരു I0 ഇങ്ങനെയും ഉണ്ടായിരിക്കും. ഓക്കെ ഇതാണ് എഫക്റ്റീവ്ലി വരുന്നത്. സെക്കൻഡറിയിലത്തെ കറണ്ടുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സെക്കൻഡറിയിലത്തെ റേറ്റഡ് കറണ്ട് കാരണം പ്രൈമറിയിൽ ഉണ്ടാവുന്ന റേറ്റഡ് കറണ്ട് ഈ വൈൻഡിങ്ങിൽ ഇങ്ങനെ ഒരു പാത്തിലാണ് ഇവിടെ സർക്കുലേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. പുറത്തേക്ക് അതിന്റെ എഫക്ട് വരില്ല. എഫക്റ്റീവ്ലി പുറത്തുനിന്ന് എടുക്കുന്ന കറണ്ട് അപ്പോഴും എന്ത് തന്നെയായിരിക്കും? ഈ രണ്ടിലേക്കും വേണ്ടിയിട്ടുള്ള നോ ലോഡ് കറണ്ട് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും 2I0 തന്നെയായിരിക്കും വന്നുകൊണ്ട് ഇരിക്കുന്നത്. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം വരുന്നത്. അതായത് the full load current that is I1 in the primary completes the pass through the മെയിൻ ബസ് എന്ന് പറയും. ഇതിന്റെ ഉള്ളിൽ കൂടെയാണ് അത് പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുപോലെ വാട്ട് മീറ്റർ W1 റീഡിങ് അപ്പോഴും മാറാണ്ട് എഫക്ട് ചെയ്യാണ്ട് അത് അതേപോലെ തന്നെ റീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതേ നേരത്ത് നമ്മളുടെ W2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് തരും? കോപ്പർ ലോസ് ആണ് തരിക. കാരണം അവിടെ ഫുൾ കറണ്ട് ആണ് പോകുന്നത്. സോ ട്വൈസ് ഫുൾ ലോഡ് കോപ്പർ ലോസ് ഇയാള് തരും. ഓക്കെ ഇപ്പോൾ W1 എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് റീഡിങ് കിട്ടും? 2FE കിട്ടും. W2 എന്നുള്ളതിൽ നിന്ന് നമുക്ക് 2 ഫുൾ ലോഡ് കോപ്പർ ലോസും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ഇപ്പോൾ W2 എന്ന് പറയുന്നത് ഫുൾ ലോഡ് കോപ്പർ ലോസ് രണ്ട് ട്രാൻസ്ഫോമറിന്റെ ആണ് റീഡ് ചെയ്യുന്നത്. മൊത്തം ഇതിലേക്ക് വരുന്ന പവർ എന്ന് പറഞ്ഞാൽ നെറ്റ് പവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റപ്പിൽ എടുക്കുന്ന പവർ എന്ന് പറഞ്ഞാൽ 2FE + 2 അതായത് W1 + W2 ആണ്. അതായത് 2FE + 2 ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ് ഇതിന്റെ ഉള്ളിലേക്ക് വരുന്നത്. ഈ റീഡിങ്ങുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പോലെ ബാക്കി കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതിന്റെ ഇടയിൽ ഇവിടെ പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈമറിയിലത്തെ കറണ്ടുകളാണ്. ഇപ്പൊ ഇവിടെ 2I0 ആണ് ഈ അമ്മീറ്റർ റീഡ് ചെയ്യുന്ന കറണ്ട് അല്ലെങ്കിൽ നമ്മുടെ നോ ലോഡ് കറണ്ട് എന്ന് പറയുന്നതെങ്കിൽ അതേപോലെ നമ്മൾ I1 ആണ് നമ്മുടെ ഇവിടുത്തെ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഈ പ്രൈമറിയിലത്തെ കറണ്ട് പ്രൈമറി എന്താ പറയാ പ്രൈമറി വൈൻഡിങ്ങിലത്തെ കറണ്ടിനെ ഇപ്പൊ നമ്മള് I1 ഇങ്ങനെ വിളിക്കാന്ന് വിചാരിക്കുക. ആക്ച്വൽ അതേപോലെ I2 സെക്കൻഡ് ട്രാൻസ്ഫോമറിന്റെ വേറെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. I ട്രാൻസ്ഫോമർ 1 പ്രൈമറി, I ട്രാൻസ്ഫോമർ 2 പ്രൈമറി എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ആ രണ്ട് കറണ്ടുകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കില്ല? സെയിം ആയിരിക്കില്ല. കാരണം നിങ്ങൾ നോക്കുക നമുക്ക് ഇതിന്റെ ഉള്ളിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഈ I1 എന്ന് പറയുന്ന കറണ്ടും ഉണ്ട്. പിന്നെ നമ്മളുടെ ഈ നോ ലോഡിന്റെ I0 ഇതിൽ ഇങ്ങോട്ടാണ്. ഇപ്പുറത്ത് അതേപോലെ ഒരു I0 ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ ഈ എന്താ പറയാ നമ്മളുടെ പ്രൈമറി ഇതിലത്തെ കറണ്ട് എന്തായിരിക്കും? ഈ I ട്രാൻസ്ഫോമർ 1 പ്രൈമറിയിലത്തെ ആക്ച്വൽ കറണ്ട് എന്തായിരിക്കും? അതേപോലെ ഇതിലത്തെ ആക്ച്വൽ കറണ്ട് എന്തായിരിക്കും? എഫക്റ്റീവ്ലി രണ്ടും കൂടിയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും വരിക? വെക്ടർ സം ഒക്കെ ആയിരിക്കും. തൽക്കാലം പ്ലസ് ആണോ മൈനസ് ആണോ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതൊന്ന് പറഞ്ഞാൽ മതി. എന്തായിരിക്കും വരിക? ട്രാൻസ്ഫോമർ 1ത്തെ ഇത് ശരിയാണോ നോക്കുക. I1 വെക്ടർ ആണ് ശരിക്കും മൈനസ്
I0 എന്നുള്ള രീതിയിലും മറ്റേതിൽ അതിന്റെ പ്ലസ് ആയിട്ടും വരും. നോക്കുക, ഇതാണ് 1 എന്ന് പറയുന്നത്. ഇതിലെ ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, മറ്റേത് നേരെ ഇപ്പുറത്തേക്കാണ് എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ എഫക്റ്റീവ്ലി എങ്ങനെയാണ് ഇത് കിട്ടുക എന്നുള്ളത് ആലോചിച്ചാലും മതി. സർക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ എഫക്റ്റീവ്ലി നമുക്ക് പുറത്തേക്ക് 2I0 പോകുന്ന രീതിയിൽ ആലോചിക്കുമ്പോൾ ഈ കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? I1 മൈനസ് I0 ആയിരിക്കും. അതേപോലെ ഇവിടെ വരുമ്പോൾ രണ്ടും കൂടിയിട്ടാണ് പോകുന്നുള്ള രീതിയിൽ ആലോചിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ എന്തായിരിക്കും? ഇത് I1 പ്ലസ് I0 എന്നായിരിക്കും. അതായത് പറഞ്ഞു വന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല. നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആണ്, പക്കയാണ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും രണ്ട് ട്രാൻസ്ഫോമറും ശരിക്ക് എന്താ ഐഡന്റിക്കൽ കണ്ടീഷൻസിലൊന്നല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഇതിപ്പോ പ്രത്യേകിച്ച് വേറെ വലിയ ഉപകാരമൊന്നും വരുന്നുണ്ടാവില്ല, എന്നാലും ജസ്റ്റ് അവിടെ നിന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ലാർജ് ട്രാൻസ്ഫോമേഴ്സിലാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ റൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ടെമ്പറേച്ചർ റൈസ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ട്രാൻസ്ഫോമറിന് ഇതേപോലെ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ വെക്കണം. എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ റൈസ് വരുന്ന രീതിയിൽ, എന്നിട്ട് അതിന്റെ ട്രാൻസ്ഫോമർ ഓയിലിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അത് വെച്ചിട്ടാണ് നമ്മൾ എത്ര ടെമ്പറേച്ചർ വരെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും, പ്രോപ്പർ ആയിട്ട് പോവും എന്നുള്ളത് നോക്കുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു ടെസ്റ്റ് എന്ന് ചെയ്യുന്നത്. ഇതാണ് സമ്പുനേഴ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, തൽക്കാലം ഇത്രയിൽ അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഓക്കെ, താങ്ക് യു.